ഓൺലൈനിന്റെ വോയിസ് ക്ലിയർ ആണോ? യെസ് സാർ, ക്ലിയർ ആണ്. ഓഫ്ലൈൻ കംപ്ലീറ്റ് ആയില്ലേ? ഇനി ആരും വരാനെന്നുള്ളൂ. ഓസ്റ്റിൻ വരുമോ? ഓൺലൈനിലും കാണുന്നില്ല അത്. നിങ്ങൾ ആരും ഒന്നും ലിങ്ക്ഡിനിലൊന്നും അപ്ഡേറ്റ് ചെയ്യാറില്ലേ? ഉം? ഒന്നും ചെയ്യാറില്ല. ഇതുവരെ ചെയ്തിട്ടില്ല. ആരും ചെയ്തിട്ടില്ല. ചെയ്തു. എന്താ ചെയ്തേ? സെമിനാർ. സെമിനാർ എന്ത്? ഇത് സെമിനാർ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണോ? ഉം. പിന്നെ സർട്ടിഫിക്കേഷൻ കോഴ്സ് ഇയാളൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. ബാക്കിയുള്ളവരോ? ഒന്നും ഇട്ടിട്ടില്ല ഇതുവരെ. ജസ്റ്റ് ഒരു അക്കൗണ്ട് മാത്രം അവിടെ ആക്കി വെച്ചു. ഓൺലൈനോ? ആരെങ്കിലും ലിങ്ക്ഡിൻ പ്രൊഫൈൽ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാറുണ്ടോ? പ്രൊജക്റ്റഡ്. എല്ലാവരുടെയും ഓക്കെ. എല്ലാവരുടെയും ലക്ഷ്യം എന്താ? ജോലി തന്നെയാണോ? അല്ല ഹയർ സ്റ്റഡീസ് ആണോ? ഉം. ആരെങ്കിലും ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വന്നതുണ്ടോ? ഉം. അങ്ങനെ ആർക്കെങ്കിലും പ്ലാൻ ഉണ്ടോ? എബ്രോഡ് പോകണം, അല്ലെങ്കിൽ PG, അല്ലെങ്കിൽ PhD, അങ്ങനെ എന്തെങ്കിലും പരിപാടി പ്ലാൻ ചെയ്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവരുടെയും ജോബ് തന്നെയാണോ? ജോബ് തന്നെയാണോ? ഓക്കെ. ജോബ് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ലുമിനാറിന്ന് മാത്രമാണ് നിങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത്? ഉം? ആണോ? ലുമിനാറിനെ മാത്രം ആശ്രയിച്ചാണ് നിങ്ങൾ ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്? ഉം? ആണോ? ലുമിനാറിന്ന് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ടാവും. നിങ്ങൾ ഒറ്റക്കായിരിക്കില്ല. ഇടുന്ന റെസ്യൂം ഒരു 5-10 റെസ്യൂം അല്ലെങ്കിൽ ഒരു 10-20 റെസ്യൂം ഒരുമിച്ചിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. നിങ്ങളുടെ കൂടെ ഒരുപാട് കോമ്പറ്റീഷൻ ആൾക്കാരുണ്ടാവും. അതല്ലാതെ നിങ്ങൾക്ക് മാത്രം പോകാൻ പറ്റുന്ന കുറച്ച് ഇന്റർവ്യൂസ് കിട്ടും. ഉം. അതിനുവേണ്ട ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ തന്നെ അവിടെ എന്ത് ചെയ്യണം? ഡെവലപ്പ് ചെയ്യണം. അതിന് ഏറ്റവും ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ. അപ്പോൾ നല്ല രീതിയിൽ യൂസ് ചെയ്യാം കേട്ടോ. അല്ലാതെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോബ് കിട്ടാൻ എന്ത് നല്ല ബുദ്ധിമുട്ടായിരിക്കും. ജോബ്സ് ഒക്കെ ഒരുപാട് അവൈലബിൾ ആണ്. ലിങ്ക്ഡിൻ നല്ല യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് ഓപ്പണിങ്സ് കാണാനും പറ്റും. ഒരുപാട് ഫ്രോഡ് ഉണ്ട് കേട്ടോ. ഉം. അതിൽ ഏതാണ് ഫ്രോഡ്, ഏതാണ് ജെന്യൂൻ എന്നൊക്കെ മനസ്സിലാക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഏതാണ് ഫ്രോഡ് പരിപാടി? ഏതാ ലിങ്ക്ഡിനിൽ കാണുന്ന ഏറ്റവും വലിയ ഫ്രോഡ് പരിപാടി? എന്താ? ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. കമന്റ് ചെയ്യാറുണ്ടോ? ഉം. അതുപോലെ ഒരു പോസ്റ്റിന്റെ കമന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? എത്ര ഉണ്ടാവും? 5-10 ആയിരിക്കില്ല. 100, 200, 300, 500 ഒക്കെ കമന്റ്സ് കാണുന്നുണ്ടാവും. എന്താണ്? ഇൻട്രസ്റ്റഡ്, ഇൻട്രസ്റ്റഡ്. അതിൽ ആരും കൂടെ ചോദിച്ചു നോക്കി നിങ്ങൾ ജോലി കിട്ടിയെന്നുള്ള കാര്യം. ഉം. അങ്ങനെ കിട്ടിയ ആരെങ്കിലും നിങ്ങൾക്ക് അറിയോ? അറിയോ? എനിക്കാരെയും അറിയില്ല കേട്ടോ. അതുകൊണ്ട് അതുപോലെ ഒന്നും പോയിട്ട് കമന്റ് ഒന്നും അടിച്ചു നോക്കരുത് കേട്ടോ. അങ്ങനെ കമന്റ് അടിച്ച് നിങ്ങൾ മറ്റൊരാൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇവനൊരു ബേസിക് കോമൺ സെൻസ് പോലും ഇല്ല എന്റെ കാര്യം. നിങ്ങളിൽ ഒരുപാട് പേര് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് അതാണ്. ഇങ്ങനെ കാണുന്ന എല്ലാ പോസ്റ്റിനും പോയിട്ട് കമന്റ് അടിക്കും, ഐ ആം ഇൻട്രസ്റ്റഡ്. ഇനിയിപ്പം ഏതെങ്കിലും ഒരു HR ഓപ്പണിംഗ് കിട്ടുക, അതായത് പ്രോപ്പർ ഓപ്പണിംഗ് ലിങ്ക്ഡിനിൽ പോസ്റ്റ് ചെയ്ത്, അതായത് ഇങ്ങനെ ഒരു വേക്കൻസി ഉണ്ട്, ഇതാണ് അതിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ, ഈ ഒരു ഇമെയിലിൽ കോൺടാക്ട് ചെയ്യുന്ന പറഞ്ഞാൽ അതിന് താഴെ എന്ത് ഇടുന്നത് അറിയോ? ഐ ആം ഇൻട്രസ്റ്റഡ്. അങ്ങനെയുള്ള പോസ്റ്റിന് താഴെ ഇടും. എന്താണ് അതിന്റെ മീനിങ്? എന്താ? ആ HR നിങ്ങൾക്ക് കണക്ഷൻ റിക്വസ്റ്റ് അയച്ച് നിങ്ങളുടെ അടുത്തോട്ട് മെസ്സേജ് അയക്കണം, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അല്ല അതിന്റെ അർത്ഥം. ആ രീതിയിലൊന്നും ഒരിക്കലും ചെയ്തു വെക്കരുത് കേട്ടോ. ഒന്നുകിൽ ഇപ്പൊ നിങ്ങളൊരു ജോബ് ഓപ്പണിംഗ് കാണുവാണെങ്കിൽ ആ കമ്പനിയുടെ വെബ്സൈറ്റിൽ പോയിട്ട് ചെക്ക് ചെയ്യുക, അത് അവർ എപ്പോഴാണ് പോസ്റ്റ് ചെയ്തെന്നുള്ളത്. അല്ലെങ്കിൽ ലിങ്ക്ഡിനിൽ തന്നെ ചെക്ക് ചെയ്യുക, അവിടെ കാണാൻ പറ്റും അത് എത്ര ദിവസം മുമ്പേ പോസ്റ്റ് ചെയ്തെന്നുള്ളത്. ചിലപ്പോൾ നിങ്ങൾക്കത് കാണുന്നത് ചിലപ്പോൾ 2 വീക്കോ അല്ലെങ്കിൽ 2 മാസം കൊണ്ട് നിങ്ങൾക്കത് കറങ്ങി കറങ്ങി നിങ്ങളുടെ അടുത്ത് എത്തുന്നുണ്ടാവുക.
ഈ 2 മാസം കഴിഞ്ഞൊക്കെ അപ്ലൈ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? അതൊക്കെ ഓൾറെഡി എന്തുണ്ടായും അവർ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അവർ വെബ്സൈറ്റിൽ കയറി ചെക്ക് ചെയ്ത് സ്റ്റിൽ ഓപ്പണിംഗ് ആണോ അല്ല അത് ക്ലോസ്ഡ് ആണോ എന്നിട്ട് മാത്രം അതിൽ അപ്ലൈ ചെയ്യുക. അതുപോലെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇത് പെട്ടെന്ന് ജോലി എന്ന് പറഞ്ഞ ആ ഒരു ഏരിയയിലോട്ട് നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റും. അത് ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ഉം. പിന്നെ ആ നിങ്ങളുടെ ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞ ആ ഒരു പ്രൊഫൈല് നല്ല അട്രാക്റ്റീവ് ആക്കി കീപ്പ് ചെയ്യുക. അട്രാക്റ്റീവ് മീൻസ് അട്രാക്റ്റീവ് പ്രൊഫൈൽ പിക്ചർ അല്ല കേട്ടോ. ഉം. ആദ്യമേ ഞാൻ പറയാം. ഒരുപാട് പേരുടെ പ്രൊഫൈൽ പിക്ചേഴ്സ് കാണാറുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ എന്താണോ കൊടുത്തിരിക്കുന്നത് അത് എക്സാക്ട് ഇപ്പുറത്തും കൊണ്ടുവച്ചിട്ടുണ്ടോ. ഉം. അങ്ങനെയൊന്നും ഒരിക്കലും ലിങ്ക്ഡിനിൽ ചെയ്ത് ലിങ്ക്ഡിന്റെ ആവശ്യം എന്താ? ജോബ് അല്ല, അതൊരു പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ് ഏരിയ ആണ് ലിങ്ക്ഡിൻ. അവിടെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ആ ഒരു പ്രൊഫഷണലിസം കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റണം. വെറുതെ കൊണ്ടുപോയിട്ട് നിങ്ങളിപ്പം ഫോർട്ട് കൊച്ചി പോയി ഒരു ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് അതിൽ ഇടാൻ പറ്റുമോ? ഇടാം. പക്ഷെ നിങ്ങളുടെ പ്രൊഫൈൽ കാണുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും ഇവൻ ഇത് വേറെന്തോ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രൊഫൈലാണ്. അത് നോക്കിയാൽ മനസ്സിലാവണം നിങ്ങൾ ആരാണെന്നുള്ളത് ഡിഫൈൻ ചെയ്യാൻ, നിങ്ങളുടെ പ്രൊഫഷൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ നിന്ന് അവർക്ക് വേറെ ആൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. അത് കണ്ടിട്ട് ഒരാൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? നിങ്ങളിലോട്ട് റിക്വസ്റ്റ് അയക്കാൻ പറ്റണം. ഇപ്പൊ എല്ലാവരും എന്താ ചെയ്യുന്നുണ്ടാവുക? നിങ്ങൾ അങ്ങോട്ടായിരിക്കും ഒരുപാട് കണക്ഷൻ റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ടാവുക. അതിന് പകരം ഒരു ദിവസം തന്നെ ഒരു 10-200 റിക്വസ്റ്റ് ഇങ്ങോട്ട് വരുന്ന രൂപത്തിലോട്ട് പ്രൊഫൈൽ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റണം. ഉം. ഒന്നുമില്ലെങ്കിലും എന്തൊക്കെ ഉണ്ടെന്നുള്ള രീതിയിൽ ആ പ്രൊഫൈലിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പണിങ്സ് നിങ്ങൾക്ക് അതിൽ ത്രൂ മാത്രമേ വരും. എനിക്ക് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ഉണ്ട്, അതുകൊണ്ടാ പറയുന്നത്. നല്ലൊരു പ്രൊഫൈൽ ഉണ്ടാക്കി വെച്ച് കഴിയുമ്പോഴേക്കും എന്തായി? ആൾക്കാർ ഇങ്ങോട്ട് എൻക്വയറി ചെയ്യാൻ തുടങ്ങി നല്ല രീതിയിൽ. അത് ജോലി മാത്രമല്ല, അവർ ചെയ്യുന്ന പ്രൊജക്ട് അവർക്ക് വരുമ്പോൾ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ഫ്രീലാൻസിങ് ആയിട്ട് എന്തെങ്കിലും അവർക്ക് ക്ലാസ് എടുക്കണമെങ്കിൽ അവർ നമ്മളോട് ചോദിക്കാറുണ്ട്. ഒരുപാട് എൻക്വയറീസ് ഒക്കെ എനിക്ക് ലിങ്ക്ഡിൻ ത്രൂ മാത്രം വരാറുണ്ട്. ഞാൻ എപ്പോഴും അത് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങിയോ അന്ന് തൊട്ട് എനിക്ക് പ്രോപ്പർലി കണക്ഷൻസ് എല്ലാം വരാറുണ്ട്. പണ്ടൊക്കെ ഞാൻ അങ്ങോട്ടാണ് എല്ലാവർക്കും കണക്ഷൻ റിക്വസ്റ്റ് അയക്കാറ്. ഇപ്പൊ കുറെയൊക്കെ ഇങ്ങോട്ട് നല്ല രീതിയിൽ വരാൻ തുടങ്ങി. അത് ആ പ്രൊഫൈൽ നല്ല രീതിയിൽ കീപ്പ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ്. അപ്പൊ അതിൽ ഓരോ പോസ്റ്റ് ഇടുമ്പോഴും അത് പ്രസന്റ് ചെയ്യുന്ന സ്റ്റൈലും നല്ല രീതിയിൽ ഡിഫൈൻ ചെയ്യുക. നിങ്ങളൊരു അച്ചീവ്മെന്റ് ഷെയർ ചെയ്യുമ്പോൾ എല്ലാവരും കോമൺലി ഇടുന്ന ഒരു സ്റ്റൈലാണ് എന്താണ്? ഈ ഒരു മൈൽ സ്റ്റോൺ കംപ്ലീറ്റ് ചെയ്തു എന്നിട്ട് എന്ത് ചെയ്യും? ആ സർട്ടിഫിക്കേഷൻ കൊടുക്കും. പക്ഷെ അത് വേറെ നല്ല അടിപൊളി രൂപത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? അതിനെ പ്രസന്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് മെത്തേഡ് ഉണ്ട് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ആരെങ്കിലും ചെയ്യുമ്പോൾ എന്താവും? ആൾക്കാർ അതിലോട്ട് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യും. നിങ്ങൾ പറഞ്ഞ സെമിനാർ പ്രസന്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തു. നിങ്ങളൊരു ഗ്രൂപ്പിൽ ചിലപ്പോൾ ഒരു 5 പേരുണ്ടാവല്ലേ? ഈ 5 പേര് ഒരേ കണ്ടന്റ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഒരേ ഇമേജും ആയിരിക്കും പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. നിങ്ങൾ ഓൾമോസ്റ്റ് കണക്ഷനിൽ വരുന്ന എല്ലാ ആൾക്കാരും ഈ ഒരു കൊച്ചിയിലുള്ള ആൾക്കാർ തന്നെയായിരിക്കും അല്ലേ? ഒന്നാമത് ലുമിനാറിലെ സ്റ്റുഡൻസ് കൂടുതൽ റിക്വസ്റ്റ് അയക്കുന്നത് എവിടെയായിരിക്കും? ഇൻഫോ പാർക്കിലെ കമ്പനീസിലെ HR-നായിരിക്കും. അപ്പോൾ ആ കമ്പനിയുടെ HR-ന്റെ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ആരായിരിക്കും? ഈ ഒരു ഏരിയയിലെ സ്റ്റുഡൻസ് ആയിരിക്കും. ഒരു HR രാവിലെ ലിങ്ക്ഡിൻ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ എന്താണ്? ഒരാൾ ഒരു പോസ്റ്റ് ഇട്ടു, സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ വീണ്ടും അതേ പോസ്റ്റ് മറ്റൊരാൾ ഇട്ടു, അതേ പോസ്റ്റ് മറ്റൊരാൾ ഇട്ടു. എന്തായിരിക്കും ആൾക്ക് തോന്നുന്നു? നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി കാണാറില്ലേ? ഒരാളിട്ട സ്റ്റോറി മറ്റൊരാൾ എടുത്തിടും, അത് മറ്റൊരാൾ എടുത്തിടും. നിങ്ങൾ കാണുമ്പോൾ എന്താ പറയാ? ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ, ഇത് തന്നെയാണോ എന്ന് പറയല്ലേ? അതുപോലെ തന്നെ ആൾക്കാർക്ക് അത് വർക്ക് ചെയ്യുക. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ വർക്ക് ചെയ്യുന്ന അതേ അൽഗോരിതം ഇവിടെയും ചെറിയ രീതിയിൽ വർക്ക് ചെയ്യുന്നത്. വലിയ വ്യത്യാസമില്ല. രണ്ടിന്റെ യൂസ് കേസിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ അതേ കണ്ടന്റ് നിങ്ങൾക്ക് ഇടണമെന്ന് എന്ത് ചെയ്യാം? ഒന്നുകൂടെ അതിന്റെ പ്രസന്റേഷൻ സ്റ്റൈൽ ഒന്ന് മാറ്റിയിട്ട് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ആൾക്കാർ അറ്റ്ലീസ്റ്റ് അതിലോട്ട് എന്ത് ചെയ്യും? ഒന്ന് എൻഗേജ് ചെയ്യും. അതിന്റെ റീച്ച് കൂടുതലുണ്ടാവും. നിങ്ങളുടെ പ്രൊഫൈലിൽ ആൾക്കാർ കൂടുതൽ റീച്ച് ചെയ്യാൻ തുടങ്ങും, അത് വ്യൂ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അത് മറ്റുള്ള ആൾക്കാർക്ക് എന്താവും? മൂവ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ എനിക്ക് നിങ്ങളുടെ പ്രൊഫൈലിനെ നല്ല റീച്ചിലോട്ട് കൊണ്ടുപോകാൻ പറ്റും. അല്ലാണ്ട് അത് വേറെ ഓപ്ഷൻ ഒന്നുമില്ല. അപ്പൊ ഇന്ന് മുതൽ എന്ത് ചെയ്യാം? മാക്സിമം അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടോ. ഒരു പെർസെന്റേജ് എന്ന് പറയാം. എനിക്ക് ജോബ് കിട്ടാനുള്ളതിലെ 1% ചാൻസ് ലിങ്ക്ഡിൻ ത്രൂ ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ആക്കണം. അങ്ങനെ കിട്ടിയ ഒരുപാട് സ്റ്റുഡൻസ് ഇവിടെ ഉണ്ട്. നിങ്ങളോട് ഞാൻ പറഞ്ഞു പറഞ്ഞ മുമ്പ് ഇവിടുന്ന് ഒരു സ്റ്റുഡന്റ് നല്ലൊരു പ്രൊജക്ട് അപ്ലോഡ് ചെയ്തിട്ട് ആ പ്രൊജക്ട് കണ്ടിട്ട് കമ്പനി ആളെ ഇന്റർവ്യൂ ചെയ്തെടുത്തിട്ട് പോയിട്ടുണ്ട്. അതുപോലെ പവർ ബിയിൽ നല്ലൊരു റിപ്പോർട്ട് ഒരു സ്റ്റുഡന്റ് ചെയ്ത് ഇട്ടിട്ട് ആ റിപ്പോർട്ട് കണ്ടിട്ട് ആ ഒരു കമ്പനി ഇവിടെ കോൺടാക്ട് ചെയ്തിട്ട് എന്താണ് ആളിപ്പോഴും എന്താണ് ജോബ് നോക്കിക്കൊണ്ടിരിക്കുവാണെങ്കിൽ നമ്മളൊരു ചാൻസ് കൊടുക്കാം, ഒരു ഇന്റർവ്യൂ എടുക്കാൻ ആള് റെഡിയാണോ എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആള് ചെയ്ത ഒറ്റൊരു പ്രൊജക്ടിന്റെ ബേസിൽ മാത്രമാണ് ആ കമ്പനി ഇങ്ങോട്ട് വിളിച്ചത്. അപ്പൊ അതിനും ഒരു ചാൻസ് അവിടെ ഉണ്ട്.
അപ്പൊ അതുപോലുള്ള കാര്യങ്ങൾ മാക്സിമം ചൂസ് ചെയ്യുക. നിങ്ങളുടെ കോഴ്സൊക്കെ എന്തായി, ഓൾമോസ്റ്റ് എൻഡ് ആവാറായി ആയില്ലേ? ഇനി വളരെ കുറച്ച് മാസങ്ങളുണ്ട്, 1-2 മാസം കൊണ്ട് നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ആവും. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ മാക്സിമം ഫോക്കസ് ചെയ്ത് കോഴ്സ് കഴിയുന്നതിനുള്ളിൽ തന്നെ എല്ലാവരും മാക്സിമം പ്ലേസ് ആവാൻ ട്രൈ ചെയ്യും. ട്രൈ ചെയ്താൽ ഉറപ്പായിട്ടും കോഴ്സ് കഴിഞ്ഞുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ട് പ്ലേസ് ആവാൻ പറ്റും. പക്ഷെ നിങ്ങളുടെ കൂടെ നല്ല രീതിയിൽ ഒരു 100% എഫേർട്ട് നിങ്ങളുടെ സൈഡിൽ നിന്നുണ്ടെങ്കിൽ മാത്രമേ അതവിടെ നടക്കൂ. ഇവിടെ ഒരുപാട് ബിടെക് CS-ഉം BCA-കാരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ ബിടെക് മെക്കാനിക്കലായിരുന്നു. എന്റെ ബാച്ചിലെ ബാക്കിയുള്ള സ്റ്റുഡൻസിന് ഒരു 10 ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ എനിക്കൊക്കെ വരുന്ന 1-2 ആവും. അതുപോലും ചിലപ്പോൾ വരാറില്ല. ഓരോ റിക്വയർമെന്റ് വരുമ്പോൾ അവരതിൽ പറയും ലേറ്റസ്റ്റ് പാസ് ഔട്ട് ബാച്ച് BCA MCA അല്ലെങ്കിൽ ബിടെക് കമ്പ്യൂട്ടർ സയൻസ്. അതൊന്നും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ലായിരുന്നു. കിട്ടിയതാകെ 1-2 ചാൻസ് മാത്രമേ ഉള്ളൂ. അത് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്തു, എനിക്കവിടെ ജോലി കിട്ടി. അപ്പൊ നിങ്ങൾ ഏത് ഏരിയയിൽ വരുന്ന ആൾക്കാരാണെന്ന് ചെക്ക് ചെയ്യുക. എന്ത് ചെയ്യുക, ഫസ്റ്റ് വരുന്ന ഒരു ഇന്റർവ്യൂ തന്നെ മാക്സിമം ജോലി നേടാൻ ട്രൈ ചെയ്യുക. ഫസ്റ്റ് ഇന്റർവ്യൂ, ഫസ്റ്റ് ജോബ്, അതായിരിക്കണം നിങ്ങൾ സെറ്റ് ചെയ്യേണ്ട ഫസ്റ്റ് ടാർഗറ്റ്. അതിനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഹീറോയിസ് എന്ന് കോൾ ചെയ്യാം. മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ട് കിട്ടും. ഫസ്റ്റ് ഇന്റർവ്യൂ, ഫസ്റ്റ് ജോബ്. ഒരിക്കലും പ്ലാൻ ബി വെച്ചിട്ട് മൂവ് ചെയ്യരുത് കേട്ടോ. പ്ലാൻ എ മാത്രം മതി. പ്ലാൻ എ തീർന്നു കഴിഞ്ഞാൽ ഞാനില്ലാന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ടും ഫസ്റ്റ് ഇന്റർവ്യൂവിൽ തന്നെ നിങ്ങളുടെ ഫസ്റ്റ് ജോബ് വാങ്ങിയിട്ട് നിങ്ങൾ തിരിച്ചു വരികയും ചെയ്യും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എന്തായാലും കിട്ടും. ഒരുപാട് സ്റ്റുഡൻസ് ട്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അവരെനിക്ക് മെസ്സേജ് അയച്ചിട്ടുമുണ്ട്, സാർ ഫസ്റ്റ് ഇന്റർവ്യൂ ഫസ്റ്റ് ജോബ്. ഒരുപാട് പേര് അയച്ചിട്ടുണ്ട് എനിക്ക്. ഞാൻ ഒട്ടുമിക്ക പേരോടും വാശിപ്പുറത്ത് പറയുന്ന ഒരു കാര്യമാണ്. ഓരോ ബാച്ചിലെ സ്റ്റുഡൻസ് ഒക്കെ എന്തൊക്കെയോ ചെയ്യുമ്പോൾ അവർ പറയും ധൈര്യം ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഇന്റർവ്യൂവിന് പോയിട്ട് തന്നെ ഫസ്റ്റ് ജോബ് നേടിയിട്ട് വാന്ന് പറയാറാണ്. കുറച്ച് പേര് പോയി നേടിയിട്ടുണ്ട് കേട്ടോ. ഉം. ഒരുപാട് പേര് ചെയ്തിട്ടൊന്നുമില്ല. കുറച്ച് പേര് അതൊരു ഈഗോ ഇഷ്യൂ ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അവരെന്നെ അതേപോലെ തന്നെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അന്ന് ഞാൻ പറഞ്ഞ അതേ വേർഡ് വെച്ചിട്ട് അതേപോലെ എനിക്ക് തിരിച്ച് മെസ്സേജ് അയച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ അത് സ്ക്രീൻഷോട്ട് എടുത്ത് ഇപ്പോഴും അവിടെ വെച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അല്ല, മുമ്പ് വേറെ സ്റ്റുഡൻസിനോട് ഞാൻ പറഞ്ഞായിരുന്നു, അവർ ക്ലാസ്സിൽ വരുന്നത് ഒരുമിച്ച്, ലീവ് എടുക്കുന്നത് ഒരുമിച്ച്, എല്ലാം ഒരുമിച്ച്. ഞാൻ അങ്ങനെയാണ് കമ്പനി കയറുമ്പോൾ ഒരുമിച്ച് കയറണം എന്ന് പറഞ്ഞു. 3 പേര് ഒരുമിച്ച് തന്നെ കമ്പനി കയറുകയും ചെയ്തു. അതൊരു വാശിപ്പുറത്തെടുത്ത് അവരത് ഇംപ്ലിമെന്റ് ചെയ്തു. അപ്പൊ അത് നിങ്ങളുടെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആക്കി എടുത്തിട്ട് എന്ത് ചെയ്യുക, ട്രൈ ചെയ്യട്ടോ. ചെയ്യാൻ പറ്റും. അത് കോഴ്സ് കഴിയുന്നതിനുള്ളിൽ ഞാനൊരു കമ്പനിയിൽ പ്ലേസ് ആവുന്ന ഒരു ടാർഗറ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, അതിനുവേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോബ് കിട്ടും. അതുകൊണ്ട് ഇവിടുന്ന് വരുന്ന ഓപ്പണിങ്ങിന് മാത്രം ഫോക്കസ് ചെയ്തിരിക്കാതിരിക്കണം, അത്രേ പറയൂ. അത് വരാൻ ഇനിയും ഒരുപാട് സമയം എടുക്കും. നിങ്ങളുടെ എക്സാം കഴിയേണ്ടി വരും. അതിന്റെ റിസൾട്ട് വന്ന ശേഷമൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുക, ഇവിടുന്ന് ഓപ്പണിങ്സ് നിങ്ങളുടെ ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്യുക. അത് വരുന്നതിന് മുമ്പ് ഞാൻ പ്ലേസ് ആയി എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് HRസിനോട് പറയാൻ പറ്റും എനിക്ക് അതിന്റെ ആവശ്യമില്ല, ഞാൻ ഓൾറെഡി പ്ലേസ്ഡ് ആയി. അതിനുവേണ്ടി മാക്സിമം ട്രൈ ചെയ്യുക. ഒരുപാട് ഓപ്പണിംഗ് വരുന്നുണ്ട്. ലിങ്ക്ഡ്ഇൻ നല്ല രീതിയിൽ യൂസ് ചെയ്താൽ അത് നിങ്ങൾക്ക് ഒരുപാട് ഓപ്പണിങ്സ് കാണാൻ പറ്റും. നല്ല റെസ്യൂംസ് ബിൽഡ് ചെയ്യുക. ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്ലൈ ചെയ്യാനായിരിക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവുക അല്ലേ? ഞാൻ കണ്ടതിൽ എപ്പോഴും അങ്ങനെയാണ്, എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ട്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞവർക്ക് ഇന്റർവ്യൂ ക്രാക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ റീസൺ കൂടെ പറഞ്ഞുതരാം. അപ്ലൈ ചെയ്താൽ എന്ത് ചെയ്യും, ഇന്റർവ്യൂ കോൾ വരാനുള്ള ചാൻസ് അവിടെ ഇല്ല. അപ്ലൈ ചെയ്യാതെ ഇന്റർവ്യൂ കോൾ ഇങ്ങോട്ട് വരുമോ? ഇല്ല. ഇന്റർവ്യൂ കോൾ വന്നാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി പഠിക്കും. എന്തായാലും നിങ്ങൾ പഠിക്കും. 6 മാസം പഠിച്ച സിലബസ് ഒരൊറ്റ രാത്രി കൊണ്ട് പഠിച്ചിട്ട് നെക്സ്റ്റ് ഡേ പോയിട്ട് എക്സാം എഴുതി പാസ്സാവുന്ന ആൾക്കാർ നിങ്ങളൊക്കെ അല്ലേ? ഒരു സെമസ്റ്റർ മൊത്തം തലേന്ന് രാത്രി ഇരുന്ന് പഠിച്ചിട്ട് 90യും 95% ഒക്കെ വാങ്ങിയിട്ട് പാസ്സായ ആൾക്കാരായിരിക്കും നിങ്ങളൊക്കെ. അങ്ങനെ പാസ്സായവർ തന്നെയാണോ? അങ്ങനെ പഠിച്ച ആൾക്കാർ തന്നെയാണോ? ഒട്ടുമിക്ക ആൾക്കാരും അങ്ങനെ തന്നെയായിരിക്കും. ആ നിങ്ങൾക്കാണ് ഒരു ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ ഇത്ര ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. അത്രയും കേപ്പബിൾ ആണ് നിങ്ങൾ. നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി. ഉം. അങ്ങനെ എത്ര എക്സാം നിങ്ങൾ തലേന്ന് പഠിച്ചിട്ട് മാത്രം എഴുതി പാസ്സായിട്ടുണ്ടോ? പാസ്സായിട്ടില്ല എല്ലാവരും. ഈവൻ എക്സാമിന് ഫെയിൽ ആയാലും നെക്സ്റ്റ് എക്സാമിന് പോകുമ്പോൾ ഇതുപോലെ തന്നെ ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവല്ലേ? എപ്പോൾ എക്സാം വിളിക്കുന്നോ അന്ന് തലേന്ന് രാത്രി എഴുതി പഠിക്കും, പിറ്റേ ദിവസം പോയി ഇരുന്നിട്ട് നല്ല അടിപൊളിയായിട്ട് പാസ്സായിട്ട് വരും. നിങ്ങൾ അത്രയും കേപ്പബിൾ ആണ് നിങ്ങൾ. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല ആക്ച്വലി. എല്ലാവരും കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. തലേന്ന് ഒരു ദിവസം ചെയ്തിട്ട് 6 മാസത്തെ കണ്ടന്റ് മൊത്തം പഠിച്ചിട്ട് രാവിലെ പോയിട്ട് എഴുതും. എന്നെ കൊണ്ടൊന്നും പറ്റില്ല, ഒരിക്കലും പറ്റാത്ത കാര്യം. ഞാൻ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയുന്നതുകൊണ്ട് എനിക്കത് പറ്റില്ല. ഞാൻ
ഓരോ ദിവസം എടുക്കുന്ന കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് പഠിച്ചിട്ട് എനിക്കത് എവിടെ എഴുതാൻ പറ്റും. എനിക്ക് തലേന്ന് രാത്രി പഠിച്ചു കഴിഞ്ഞാൽ പിറ്റേന്ന് എക്സാമിന് ഉറപ്പായിട്ട് ഫെയിൽ ആവും. ഞാൻ തലേന്ന് രാത്രി പഠിക്കാറുമില്ല. തലേന്ന് രാത്രിയും പഠിക്കാറില്ല, എക്സാമിന് മുമ്പ് ഞാൻ ആ ഭാഗത്ത് നോക്കാറുമില്ല. നോക്കി കഴിഞ്ഞാൽ ടെൻഷൻ ആവും, പിന്നെ ടെൻഷൻ കൂടി ഞാൻ എന്താവും, ഞാൻ എക്സാം ഫെയിൽ ആവും. അവരുടെ ആങ്സൈറ്റി കൂടി 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 കൂടി, അതായത് ബാക്കിയുള്ളവർ ചെയ്യുമ്പോൾ അയ്യോ ഞാൻ ചെയ്തില്ലല്ലോ ഇതാക്കി എനിക്കാകെ ടെൻഷൻ. അതുകൊണ്ട് ഞാൻ എക്സാം തുടങ്ങുന്നതിന് കുറച്ച് മുമ്പ് സമയത്ത് മാത്രം അവിടെ പോകും, ഹോളിൽ കയറും, വേഗം എഴുതിയിട്ട് തിരിച്ചു വരും. പക്ഷെ ഒരുപാട് പേര് ഞാൻ ചെയ്യുന്ന കാണാറുണ്ട്, അന്ന് രാവിലെ ഇരുന്ന് പ്രിപ്പയർ ചെയ്ത് നല്ല രീതിയിൽ പഠിക്കുന്നുണ്ടാവും, നല്ല അടിപൊളിയായിട്ട് പാസ്സാവും ചെയ്യും. ഞാൻ ഇത് എങ്ങനെ സംഭവിക്കുന്നത് ഞാൻ ആലോചിക്കുന്നുണ്ട് എപ്പോഴും. മെജോറിറ്റി ആൾക്കാരും അങ്ങനെയായിരിക്കും. അങ്ങനെയല്ലേ? എങ്ങനെയാ, ഡെയിലി ഇരുന്ന് പഠിക്കുന്ന ആൾക്കാരാണോ അല്ല സ്റ്റഡി ലീവിന് മാത്രം ഇരുന്ന് പഠിക്കുന്ന ആൾക്കാരാണോ? ഉം? എങ്ങനെ, ഡെയിലി ഇരുന്ന് പഠിക്കുവോ ഒരാള്, ബാക്കിയുള്ളവരോ എങ്ങനെയാ? ഉം? എങ്ങനെ, എക്സാമിന്റെ അന്ന് അല്ലെങ്കിൽ എക്സാമിന്റെ തലയിൽ പാസ്സായിട്ടില്ലേ? ഫെയിൽ ആയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ എനിക്ക് എക്സ്ട്രാ ഒരുപാട് പവർ ഉണ്ട് കേട്ടോ, അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. അത് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യും. അത്രേ പറയുന്നു. ഓക്കെ. അത് അത്രയും മെമ്മറി കപ്പാസിറ്റി ഉണ്ട്. ഒരു ദിവസം തന്നെ ഇത്രയും കാര്യങ്ങൾ തലയിൽ കയറ്റി വെക്കുന്നതാല് ചെറിയ മെമ്മറി സ്പേസ് എന്നല്ല, എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. ഉം. ഒന്ന് നല്ല രീതിയിൽ ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ യൂസ് ചെയ്ത് കഴിഞ്ഞാലേ നിങ്ങൾക്ക് അവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും. ഒന്ന് ട്രൈ ചെയ്തു. ഓക്കെ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എവിടെയായിരുന്നു ഡിസ്കസ് ചെയ്തത്? എന്തൊക്കെയായിരുന്നു അത് ഓർമ്മയുണ്ടോ? ഉം? ഏതൊക്കെയാ 3 ഫങ്ഷൻസ്? ആവറേജ്, ആവറേജ് എക്സ്, റിലേറ്റഡ്. ഓക്കെ. ഇനി കുറച്ച് ഫംഗ്ഷൻ ഞാൻ നിങ്ങളോട് നോക്കിയിട്ട് വരാൻ പറയാം, അത് നിങ്ങളൊന്ന് സെൽഫായിട്ട് ചെക്ക് ചെയ്യുക. നോക്കാൻ പറ്റില്ലേ? ഓക്കെ. മിനിമാക്സ് ഞാൻ പറഞ്ഞുതരാം, അതിന് കുറച്ച് ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ട് അത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് കൗണ്ട്, കൗണ്ട് എ, പിന്നെ കൗണ്ട് ബ്ലാങ്ക്, ഡിസ്റ്റിങ്ക്ട് കൗണ്ട്, പിന്നെ ഒരാൾ കൂടിയുണ്ട്, ഡിസ്റ്റിങ്ക്ട് കൗണ്ട്, നോ ബ്ലാങ്ക്, പിന്നെ കൗണ്ട് റോസ്. ഇത്രയും ഫംഗ്ഷൻ നിങ്ങൾ നാളെ വരുമ്പോഴേക്കും നോക്കിയിട്ട് വരിക. കൗണ്ട്, കൗണ്ട് എ, കൗണ്ട് ബ്ലാങ്ക്, ഡിസ്റ്റിങ്ക്ട് കൗണ്ട്, ഡിസ്റ്റിങ്ക്ട് കൗണ്ട് നോ ബ്ലാങ്ക്, കൗണ്ട് റോസ്. ഓരോ ഫംഗ്ഷന്റെ പേര് എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് കൂടെ മനസ്സിലായിട്ടുണ്ടാവും. അത്രയും സിമ്പിൾ ആയിട്ടാണ് ഓരോ ഫംഗ്ഷന്റെ പേരും മൈക്രോസോഫ്റ്റ് അവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. 2, 4, 6 ഫംഗ്ഷൻ കേട്ടോ. ഇതെല്ലാം അഗ്രിഗേഷൻ ഫംഗ്ഷന്റെ അണ്ടറിൽ വരുന്ന ആൾക്കാരാണ്. കൗണ്ട്, കൗണ്ട് എ, കൗണ്ട് ബ്ലാങ്ക്, ഡിസ്റ്റിങ്ക്ട് കൗണ്ട്, ഡിസ്റ്റിങ്ക്ട് കൗണ്ട് നോ ബ്ലാങ്ക്, പിന്നെ കൗണ്ട് റോസ്. നിങ്ങൾ ഇതുവരെ എത്ര ഫംഗ്ഷൻസ് പഠിച്ചു കഴിഞ്ഞു? ഏതൊക്കെയാ? സമ്മ്, സം എക്സ്, ആവറേജ്, ആവറേജ് എക്സ്, റിലേറ്റഡ്. ഓക്കെ. അതിൽ കോളം ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ഏതാ? കോളം ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ഏതാ? റിലേറ്റഡ്. റിലേറ്റഡ് ഫംഗ്ഷൻ എന്തിനാ യൂസ് ചെയ്യുന്നത്? ഓരോരോ ടേബിളിൽ നിന്ന് റിലേഷൻഷിപ്പ് വെച്ചിട്ട് റിലേറ്റ് ചെയ്ത് വേറെ കോൾ. റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ആർക്ക് വർക്ക് ചെയ്യാനും പറ്റൂ, റിലേറ്റഡ് ഫംഗ്ഷൻ വർക്ക് ചെയ്യാൻ പറ്റൂ. അത് ഏത് റിലേഷൻഷിപ്പ് ആവണം? ആക്റ്റീവ് ആണോ ഇൻആക്റ്റീവ് ആണോ? ആക്റ്റീവ് തന്നെയായിരിക്കണം. ഏത് കാർഡിനാലിറ്റിയിലായിരിക്കണം? വൺ ടു മെനി അല്ലെങ്കിൽ മെനി ടു വൺ. അതിൽ ഏത് സൈഡിൽ നമ്മൾ കോളം ക്രിയേറ്റ് ചെയ്യാം? ഫാക്ട് ടേബിളിന്റെ സൈഡ് മീൻസ് മെനി വരുന്ന സൈഡിലായിരിക്കും കോളം ക്രിയേറ്റ് ചെയ്യുക. ആ കോളത്തിലോട്ട് വരുന്ന വാല്യൂനെ ഫെച്ച് ചെയ്യാം അല്ലെങ്കിൽ പുൾ ചെയ്യുക. വൺ സൈഡിൽ നിന്നായിരിക്കും ആ വാല്യൂനെ പുൾ ചെയ്തെടുക്കുക. ഓക്കെ. അപ്പൊ അത് കമ്പൈൻ ചെയ്ത കൺസെപ്റ്റ് ക്ലിയർ ആയിരുന്നോ? ഓക്കെ. പിന്നെ അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ബേസ് ചെയ്ത് വേറൊരു കാര്യമാണ്. അപ്പൊ ഇവിടെ ടോട്ടൽ സെയിൽസ് പറഞ്ഞ ഈ ഒരു എക്സ്പ്രഷൻ എഴുതി ഉണ്ടാക്കി, ടോട്ടൽ സെയിൽസ്. ഓക്കെ. നിങ്ങളോട് ചോദിക്കുന്നത് ഇതിന്റെ ഔട്ട്പുട്ട് നമുക്ക് എത്ര കിട്ടിയിരിക്കുന്നത്? 26 മില്യൺ. ഈ ഒരു ടോട്ടൽ സെയിൽസ് എന്ന മെഷറിന്റെ അകത്ത് സ്റ്റോർ ആയിരിക്കുന്നത് ഈ 26 മില്യൺ എന്ന് പറഞ്ഞ ഫിക്സഡ് വാല്യൂ ആണോ അല്ലെങ്കിൽ ഈ ഒരു ടാക്സിന്റെ എക്സ്പ്രഷൻ ആണോ? ഈ ടോട്ടൽ സെയിൽസ് ആണ് ഈ ഒരു മെഷറിന്റെ അകത്ത് സ്റ്റോർ ആയിരിക്കുന്നത്
ഈ 26 മില്യൺ എന്ന് പറഞ്ഞ ഒരു ഫിക്സഡ് വാല്യൂ ആണോ, അല്ലെങ്കിൽ ഈ ഒരു ഡാക്സിന്റെ എക്സ്പ്രഷൻ ആണോ? എന്തായിരിക്കും? എപ്പോഴും ഒരു എക്സ്പ്രഷൻ ആയിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. എന്താവും, നമ്മൾ ഓരോ കണ്ടീഷൻ അനുസരിച്ചിട്ട് ആ വാല്യൂ എന്ത് ചെയ്യും, ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. ഇനി അതിൽ റോസിന്റെ എണ്ണം കൂടിയാൽ എന്താവും, 26 മാറിയിട്ട് അത് 35 ആവും. റോസിന്റെ എണ്ണം കുറഞ്ഞാൽ എന്താവും, അപ്പോൾ ആ വാല്യൂവിൽ ചേഞ്ചസ് ഉണ്ടാവും. പിന്നെ ഡിമെൻഷൻ ടേബിളിൽ വരുന്ന ഫിൽട്ടർ കണ്ടീഷൻ അനുസരിച്ചിട്ടും ആറ് മാറിക്കൊണ്ടേയിരിക്കും, വാല്യൂ മാറിക്കൊണ്ടേയിരിക്കും, പക്ഷെ എക്സ്പ്രഷൻ റിമെയിൻസ് ദ സെയിം ആയിരിക്കും. നമ്മൾ കോളം ക്രിയേറ്റ് ചെയ്താലും ടേബിൾ ക്രിയേറ്റ് ചെയ്താലും മെഷർ ക്രിയേറ്റ് ചെയ്താലും അതിൽ എപ്പോഴും സ്റ്റോർ ആവുന്നത് ആരായിരിക്കും? ഡാക്സിന്റെ എക്സ്പ്രഷൻ ആയിരിക്കും, അല്ലാണ്ട് ഒരു ഫിക്സഡ് വാല്യൂ അല്ല. ഓക്കെ ആണ് എല്ലാവർക്കും? ഓക്കെ. ഇപ്പോൾ എക്സ്പ്ലിസിറ്റ് മെഷറിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്തായിരുന്നു? ഇത് ക്രിയേറ്റ് ചെയ്ത എക്സ്പ്ലിസിറ്റ് മെഷേഴ്സ് അല്ലേ, അതിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയായിരുന്നു? റീയൂസബിലിറ്റി, പിന്നെ ഹൈലി കസ്റ്റമൈസബിൾ ആണ്, ഹൈലി ഫ്ലെക്സിബിൾ ആണ്. അതിൽ കസ്റ്റമൈസബിളും ഫ്ലെക്സിബിൾ ആണ് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. എന്നാലും അത്രത്തോളം നമ്മൾ ഫ്ലെക്സിബിൾ ആക്കിയില്ല, വളരെ ചെറിയ രീതിയിലേ ചെയ്തുള്ളൂ. പക്ഷെ റീയൂസബിലിറ്റി നമ്മൾ ചെയ്തോ? റീയൂസബിൾ, എന്താണ് റീയൂസബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു തവണ ക്രിയേറ്റ് ചെയ്ത മെഷറിനെ നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്പിൾ വിഷ്വൽസിലോട്ടും മൾട്ടിപ്പിൾ കാൽക്കുലേഷനകത്തോട്ട് നമുക്ക് വേണം എന്ത് ചെയ്യാം, വീണ്ടും കോൾ ചെയ്യാൻ പറ്റും. അതിനാണ് റീയൂസബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ആ റീയൂസബിലിറ്റി വെച്ചിട്ട് അടുത്തൊരു കാര്യം ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ കിട്ടി? ടോട്ടൽ സെയിൽസ് ആയി, ടോട്ടൽ കോസ്റ്റും ആയി. ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? പ്രോഫിറ്റ് എന്ന് പറഞ്ഞൊരു ആളെ കണ്ടുപിടിക്കാൻ പറ്റും. പ്രോഫിറ്റ് ഇക്വേഷൻ എന്തായിരിക്കും? ടോട്ടൽ സെയിൽസ് മൈനസ് ടോട്ടൽ കോസ്റ്റ്. അപ്പം കറണ്ട് സിറ്റുവേഷൻ എന്തായിരിക്കും? 26 മില്യൺ മൈനസ് 17 മില്യൺ ആയിരിക്കും നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്ന വാല്യൂ. ഓക്കെ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് കോളംസോ കാര്യങ്ങളോ ഇല്ല, ആ രണ്ട് വാല്യൂ റിട്ടേൺ ചെയ്യുന്ന എക്സ്പ്രഷൻസ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ, അല്ലേ? ടോട്ടൽ സെയിൽസ് റിട്ടേൺ ചെയ്യുന്ന ഒരു എക്സ്പ്രഷൻ നമ്മുടെ കയ്യിലുണ്ട്, ടോട്ടൽ കോസ്റ്റ് റിട്ടേൺ ചെയ്യുന്ന ഒരു എക്സ്പ്രഷൻ നമ്മുടെ കയ്യിലുണ്ട്. കോളംസോ കാര്യങ്ങളോ ഉണ്ടോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്തു, ഞാൻ ന്യൂ മെഷർ സെലക്ട് ചെയ്തു, മെഷറിന്റെ പേര് അവിടെ പ്രോഫിറ്റിന്റെ പേര് പാസ് ചെയ്തു. ഇനി നമുക്കൊരു ഫിക്സഡ് ടോട്ടൽ സെയിൽസ് ആണോ? അല്ല. ഓരോ കണ്ടീഷൻസ് എന്ത് ചെയ്യും, വാല്യൂ അപ്ഡേറ്റ് ചെയ്ത് തരുന്ന ഒരു എക്സ്പ്രഷൻ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, ആ എക്സ്പ്രഷനെ കോൾ ചെയ്യാം, അതിൽ നിന്ന് ആര് സബ്സ്ട്രാക്ട് ചെയ്യാം, ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കുന്ന എക്സ്പ്രഷൻ സബ്സ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ ആ രണ്ട് എക്സ്പ്രഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്ത് ചെയ്യും, അവിടെ മെഷീൻ സബ്സ്ട്രാക്ട് ചെയ്ത് തരും. എക്സ്പ്രഷൻ തമ്മിലല്ല, എക്സ്പ്രഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ തമ്മിലാണ് എന്ത് ചെയ്യുക, സബ്സ്ട്രാക്ട് ചെയ്യുക. ഓക്കെ. അപ്പോ ടോട്ടൽ സെയിൽസ് കണ്ടുപിടിക്കുന്ന എക്സ്പ്രഷൻ എന്തായിരിക്കും? സം എക്സ് ഓഫ് എന്തായിരിക്കും, സെയിൽസ് ഡാറ്റ കോമ എന്താണ്, സെയിൽസ് ഡാറ്റയിലെ ക്വാണ്ടിറ്റി ഇൻറ്റു സെയിൽസ് ഡാറ്റയിലെ പ്രൈസ്. എന്തായിരിക്കും ഇത്? മൈനസ് വീണ്ടും നമ്മൾ ആരെ കോൾ ചെയ്യേണ്ടി വരും, സം എക്സ് ഓഫ് സെയിൽസ് ഡാറ്റ കോമ ക്വാണ്ടിറ്റി ഇൻറ്റു റിലേറ്റഡ് ഓഫ് പ്രൊഡക്റ്റ് ഡാറ്റയിലെ പ്രൈസ്. അപ്പോ ഇതേ എക്സ്പ്രഷൻ നമ്മൾ ഓൾറെഡി എവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്? ഈ ഒരു എക്സാക്ട് സെയിം എക്സ്പ്രഷൻ എവിടെയുണ്ട്? ടോട്ടൽ സെയിൽസ് ഉണ്ടല്ലേ. നമ്മൾ വീണ്ടും ഇത് എഴുതേണ്ട ആവശ്യം ഉണ്ടാവോ? അതിന് പകരം ആരെ കോൾ ചെയ്യുന്നത് അവിടെയാണ്, നമ്മൾ ആ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ച് ആ ഒരു മെഷറിനെ അവിടെ കോൾ ചെയ്താൽ മതി. ജസ്റ്റ് ടൈപ്പ് ചെയ്യുക ടോട്ടൽ സെയിൽസ്. കണ്ടോ, നമുക്കിവിടെ എന്ത് ചെയ്യാം, ഫംഗ്ഷനെയും കോളത്തിനെയും കോൾ ചെയ്ത പോലെ നമ്മൾ ഓൾറെഡി ബിൽഡ് ചെയ്ത മെഷേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ കോൾ ചെയ്യാൻ പറ്റും. കണ്ടോ, അതിന്റെ സിമ്പിൾ നോക്കിയിട്ട് ചെക്ക് ചെയ്താൽ മതി. ഇതുപോലെ ഒരു സിമ്പിൾ ഉണ്ടാവാം, ഒരു കാൽക്കുലേറ്ററിന്റെ സിമ്പിൾ, ടോട്ടൽ സെയിൽസ്. ഇതിന്റെ അകത്ത് അടങ്ങിയിരിക്കുന്നത് ഒരു ഡാക്സിന്റെ എക്സ്പ്രഷൻ ആണ്. ഏതാണ് എക്സ്പ്രഷൻ? സം എക്സ് ഓഫ് സെയിൽസ് ഡാറ്റ കോമ ക്വാണ്ടിറ്റി ഇൻറ്റു പ്രൈസ് മൈനസ് എന്താ ചെയ്യേണ്ടത്, കോസ്റ്റ് കണ്ടുപിടിക്കുന്ന എക്സ്പ്രഷനെ കോൾ ചെയ്യണം. ഏതാണ് എക്സ്പ്രഷൻ? ടോട്ടൽ കോസ്റ്റിന്റെ അകത്ത് ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആരെ പാസ് ചെയ്യാം, ടോട്ടൽ കോസ്റ്റിനെ കോൾ ചെയ്യാം. അപ്പൊ ഈ രണ്ട് എക്സ്പ്രഷനും പാരലി വർക്ക് ചെയ്യും. എന്നിട്ട് അവർ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ തമ്മിൽ എന്ത് ചെയ്യും, ഈ ഒരു ഓപ്പറേറ്റർ അവിടെ സബ്സ്ട്രാക്ട് ചെയ്ത് തരും. ക്ലിയർ ആയോ? അവിടെ കമ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ എന്തായിരിക്കും വർക്ക് ചെയ്യാൻ പോകുന്നുണ്ടാവുക? ഇത് 26 മില്യൺ റിട്ടേൺ ചെയ്യും, ഇത് 17 മില്യൺ റിട്ടേൺ ചെയ്യും. അവ തമ്മിൽ എന്ത് ചെയ്യും, അവിടെ സബ്സ്ട്രാക്ട് ചെയ്യും. എന്ത് ചെയ്തു, കാർഡ് മെഷർ സെലക്ട് ചെയ്തു, അതിലോട്ട് ആ മെഷർ ആഡ് ചെയ്തു. അവിടെ കാണാൻ പറ്റും 8 മില്യൺ. കണ്ടു. അപ്പൊ നമ്മുടെ കമ്പനിയുടെ പ്രോഫിറ്റ് ആണ് 8 മില്യൺ. അത് ഒരു എക്സ്ട്രാ കോളംസ് ഒന്നും ക്രിയേറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഇത്രയും അനാലിസിസ് അവിടെ ചെയ്യാൻ പറ്റിയുള്ളൂ. ആരുടെ ഹെൽപ്പോട് കൂടെ? ഡാക്സിന്റെ ഹെൽപ്പോട് കൂടെ. ഇതാണ് ആ ഒരു റീയൂസബിലിറ്റി എന്ന് പറഞ്ഞ ആ ഒരു ഫാക്ടർ.
വിഷ്വൽസിലോട്ടും റീയൂസ് ചെയ്യാം, ബാക്കിയുള്ള കാൽക്കുലേഷനിലോട്ടും നമുക്ക് ഇതുപോലെ ആൾക്കാരെ റീയൂസ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ അവർക്ക്? ഒന്ന് പ്രോപ്പറായി ഇംപ്ലിമെന്റ് ചെയ്ത് ഓൺലൈൻ എല്ലാവരും ക്ലിയർ ആണോ? സർ. സർ 9 മില്യൺ അല്ലേ? 8 മില്യൺ എങ്ങനെ? ഇയാള് കറക്റ്റ് വാല്യൂ നോക്കിട്ട് പറഞ്ഞു 26 മില്യൺ മൈനസ് 17 മില്യൺ ആണോ പറഞ്ഞിട്ടുള്ളത്? ഈ 26 എന്ന് പറഞ്ഞാൽ ആക്ച്വലി കറക്റ്റ് 26 അല്ല, 25 പോയിന്റ് സംതിങ് ആണ്. അതുപോലെ ഈ 17 മില്യൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണമെന്നില്ല, കറക്റ്റ് 17 ആയിരിക്കുന്നില്ല, ഒന്നുകിൽ എന്തായിരിക്കും 16.5 ടു 17.49 സംതിങ് വാല്യൂ. അപ്പൊ അറൗണ്ട് ഒരു 8 to 9 സംതിങ് നമുക്ക് പറയാൻ പറ്റുമോ? എക്സാക്ട് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം, യൂണിറ്റ് ഒഴിവാക്കിയിട്ട് കറക്റ്റ് ഡിജിറ്റ് എടുത്തിട്ട് സബ്സ്ട്രാക്ട് ചെയ്ത് നോക്കണം. ഓക്കെ ഓക്കെ. യൂണിറ്റ് വരുമ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു റേഞ്ച് നോക്കിയിട്ട് മാത്രം ഡിക്ലൈൻ ചെയ്താൽ മതി. ഇപ്പൊ എല്ലാവരും ചെയ്തു കഴിഞ്ഞോ? ഓക്കെ. അപ്പോൾ 26 മില്യൺ റവന്യൂ ഉണ്ടായി, എന്നിട്ട് എത്ര മാത്രമേ പ്രോഫിറ്റ് ആയി മാറിയിട്ടുള്ളൂ? ജസ്റ്റ് 8 മില്യൺ മാത്രം. ഇപ്പൊ എന്ത് ചെയ്യണം? റവന്യൂടെ എത്ര പെർസെൻറ്റേജ് ആണ് പ്രോഫിറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തെന്ന് കണ്ടുപിടിക്കണം. അത് റവന്യൂടെ എത്ര പെർസെൻറ്റേജ് ആണ് പ്രോഫിറ്റ് ആയി മാറിയിരിക്കുന്നത്. ആ ഒരു ടേമിന് വിളിക്കുന്ന പേരെന്താ? ഓർമ്മയുണ്ടോ? റവന്യൂടെ എത്ര പെർസെൻറ്റേജ് ആണ് പ്രോഫിറ്റ് ആയി കൺവേർട്ട് ആയിരിക്കുന്നത്? അതിനൊരു പേരുണ്ട്, ഓർമ്മയുണ്ടോ? പ്രോഫിറ്റ് മാർജിൻ. അതായത് റവന്യൂടെ എത്ര പെർസെൻറ്റേജ് ആണ് പ്രോഫിറ്റ് ആയിട്ട് മാറിയിരിക്കുന്നത്, ആ ഒരു ഏരിയ കൊടുക്കുന്ന പേരാണ് പ്രോഫിറ്റ് മാർജിൻ. ഞാൻ മുമ്പ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിന്റെ കൺസെപ്റ്റ്. എല്ലാവരും ഫസ്റ്റ് സെറ്റ് ചെയ്ത് വെക്കുന്നത് ആരായിരിക്കും? പ്രോഫിറ്റ് മാർജിൻ എന്ന് പറഞ്ഞ ആ ഒരു വാല്യൂ ആയിരിക്കും. അതൊരു ത്രെഷോൾഡ് പോലെ സെറ്റ് ചെയ്ത് വെക്കും. ഇത്ര പെർസെൻറ്റേജ് എപ്പോഴും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റണം. അത് അച്ചീവ് ചെയ്യാൻ പറ്റാത്തപ്പോഴാണ് ഈ മാസ് ലേ ഓഫും അതുപോലെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ടാവുക. ഒരു IT കമ്പനിയുടെ കാര്യത്തിൽ അവർ പറയുന്നുണ്ടാവും, ഈ ഒരു വർഷം കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു പെർസെൻറ്റേജ് പ്രോഫിറ്റ് കിട്ടിയിരിക്കണം. അത് കിട്ടാത്തപ്പോൾ അവർ എന്ത് ചെയ്യും, എന്തുകൊണ്ട് കിട്ടിയില്ല കാരണം അന്വേഷിച്ചു പോകും. എന്തുണ്ടാവും, ചിലപ്പോൾ അത് വരാത്തതിന്റെ റീസൺ എന്തായിരിക്കും? എക്സ്പെൻസ് വളരെ കൂടുതലായിരിക്കും. വരവിനേക്കാളും കൂടുതൽ എന്തുണ്ടാവും? ചെലവുണ്ടാവും. അപ്പോൾ എവിടെയൊക്കെയാണ് ഈ എക്സ്പെൻസ് പോയിരിക്കുന്നത് ചെക്ക് ചെയ്യും. ബിൽഡിങ്ങിന്റെ റെന്റ്, എംപ്ലോയീസിന്റെ സാലറി എല്ലാം ചെക്ക് ചെയ്യും. അപ്പോൾ അവിടെ മാൻ പവർ എക്സ്ട്രാ ഒരുപാടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? അതിനൊക്കെ അവർ മാക്സിമം ഒഴിവാക്കാൻ നോക്കും. അപ്പോഴേ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ആ പ്രോഫിറ്റ് മാർജിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അത് ഏത് കാര്യമായാലും അങ്ങനെ തന്നെ ചെയ്യുന്നത്. ഇപ്പം കാണുന്നില്ല, പ്രൊഡക്റ്റ് എന്താണ്, നമ്മുടെ മാർക്കറ്റിൽ ഓരോ പ്രൊഡക്റ്റിന്റെയും പ്രൈസ് എപ്പോഴും ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവും. ഇതുവരെ പ്രൈസ് കുറയുന്ന കണ്ടിട്ടുണ്ടാവും. വളരെ റയർ ആയിട്ട് മാത്രം കാണുന്ന കാര്യം. എന്തുകൊണ്ട് പ്രൈസിങ് ഇൻക്രീസ് ചെയ്ത് പോകുന്നത്? അതിന്റെ ഉണ്ടാക്കാനുള്ള കോസ്റ്റ് കൂടുന്നുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും, അവർ പ്രോഫിറ്റ് മാർജിനിൽ ഒരു കോംപ്രമൈസും ചെയ്യില്ല. അവർക്കിപ്പം ഉണ്ടാക്കാനുള്ളത് കോസ്റ്റ് കുറവാണെങ്കിൽ അവർ പറയും എനിക്ക് 40% വേണം, ഇനി കോസ്റ്റ് എത്ര കൂടിയാലും കുഴപ്പമില്ല, എനിക്ക് എത്ര കിട്ടണം, പ്രോഫിറ്റ് മാർജിൻ 40% കിട്ടണം. അപ്പോൾ കോസ്റ്റ് കൂടുമ്പോൾ എന്താവും, നമ്മൾ സെല്ലിംഗ് പ്രൈസ് കൂട്ടിയാൽ മാത്രമേ ആ ഒരു 40% അവിടെ കിട്ടൂ. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങൾ 100 രൂപയുടെ ഒരു ബിരിയാണി കഴിച്ചാൽ ആള് പറയാണ് എനിക്ക് അതിൽ 40 രൂപ പ്രോഫിറ്റ് ആയിട്ട് കിട്ടണം. നിങ്ങൾ 100 രൂപയുടെ ഒരു ബിരിയാണി വാങ്ങിക്കഴിഞ്ഞാൽ ആ ഹോട്ടലിന് എത്ര വേണം? 40 രൂപ പ്രോഫിറ്റ് ആയിട്ട് മാറണം. 60 രൂപ എന്തിനു മാറ്റി വെച്ചോ? ആ ബിരിയാണി വെച്ചോ. പക്ഷെ 60 എന്ത് ചെയ്യരുത്, 1 രൂപ പോലും എക്സ്ട്രാ പോകരുത്. ഇനി ഇൻ കേസ് എന്തായി, അവർ പറയാണ് അതിന്റെ റോ മെറ്റീരിയൽസിന്റെ പൈസ കൂടി 60 രൂപ കൊണ്ട് എന്ത് പറ്റില്ല, ബിരിയാണി ഉണ്ടാക്കാൻ പറ്റില്ല, ഒരു 80 രൂപ വേണമെന്ന് പറയണം. പക്ഷെ എപ്പോഴും ക്ലയന്റിന്റെ റിക്വയർമെന്റ് എന്തായിരിക്കും? 40% പ്രോഫിറ്റ് മാർജിൻ. അപ്പൊ അവരെന്ത് കൂട്ടും? സെല്ലിംഗ് പ്രൈസ് കൂട്ടും. 100 എന്താകും, അത് അവർ ഇൻക്രീസ് ചെയ്ത് മാറ്റും. ക്ലിയർ ആയോ? അങ്ങനെയാണ് ഇതിന്റെയൊക്കെ പ്രൈസ് കൂടി കൂടി പോകുന്നത്. ഒരിക്കലും കുറയുന്നത് കണ്ടിട്ടുണ്ടാവില്ല. അവരെപ്പോഴും ആ ഒരു പ്രോഫിറ്റ് മാർജിൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് മീറ്റ് ചെയ്യാൻ അവരെന്ത് ചെയ്യും, ആ കാര്യങ്ങൾ അവിടെ ഇൻക്രീസ് ചെയ്ത് പോകും.
തന്നെ കാണാൻ പറ്റും. പണ്ട് നിങ്ങൾ ബിരിയാണി വാങ്ങിയ പൈസക്കാരെങ്കിലും ഇന്ന് വാങ്ങുന്നുണ്ടാവോ? എന്തുകൊണ്ടാ? അതിന്റെ റോ മെറ്റീരിയലിന്റെ പൈസ കൂടുമ്പോൾ എന്ത് ചെയ്യും? അവിടെ എക്സ്പെൻസ് കൂടും ഹോട്ടലുകാരുടെ. അവർ ഒബ്വിയസ്ലി എന്ത് ചെയ്യും? സെല്ലിംഗ് പ്രൈസും കൂട്ടി വെക്കും. ഇല്ലെങ്കിൽ അവർക്ക് എന്തില്ല? പ്രോഫിറ്റ് ഇല്ല. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? നമുക്ക് എത്രയാണ് ആ പ്രോഫിറ്റ് മാർജിൻ കണ്ടുപിടിക്കണം. 26 മില്യന്റെ എത്ര പെർസെന്റേജ് ആണ്? 8 മില്യൺ. എന്ത് ചെയ്യേണ്ടി വരും? പ്രോഫിറ്റ് ബൈ ടോട്ടൽ സെയിൽസ് ഇൻറ്റു 100 ആയിരിക്കും. നമുക്ക് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഓപ്പറേറ്റർ യൂസ് ചെയ്യാം, ഫോർവേഡ് സ്ലാഷ്. പക്ഷെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണെന്ന് അറിയോ? ഡിനോമിനേറ്ററിൽ എപ്പോഴെങ്കിലും 0 വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വർക്കാവോ? ഇല്ല. ഇപ്പോൾ ഡിനോമിനേറ്ററിൽ 0 വന്നു കഴിഞ്ഞാൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫംഗ്ഷൻ ഡാക്സിന്റെ അകത്തുണ്ട്. ആ ഫംഗ്ഷന്റെ പേരാണ് ഡിവൈഡ് ഫംഗ്ഷൻ. അത് ഇൻ കേസ് ഡിനോമിനേറ്റർ അകത്ത് 0 അങ്ങനെ എന്തെങ്കിലും ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അതിന് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫംഗ്ഷനാണ് ഡിവൈഡ് ഫംഗ്ഷൻ. അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ഓപ്പറേറ്ററിനെക്കാളും കൂടുതൽ നമ്മൾ ആ ഒരു ഫംഗ്ഷനാണ് എപ്പോഴും യൂസ് ചെയ്യുക. ഇങ്ങനെയാണ് ഇംപ്ലിമെന്റേഷൻ എന്ന് കാണിച്ചു തരാം. ഞാൻ ഡമ്മി ടേബിൾ സെലക്ട് ചെയ്തു, ന്യൂ മെഷർ. മെഷറിന്റെ പേര് ജസ്റ്റ് പ്രോഫിറ്റ് മാർജിൻ എന്ന് പേര് പാസ് ചെയ്തു, ഈക്വൽ ടു ഏതാണ് ഫംഗ്ഷൻ പറഞ്ഞത്? ഡിവൈഡ്. ഇത് കാണാൻ പറ്റും എന്തൊക്കെയാ ഡിവൈഡ് ഫംഗ്ഷൻ ചോദിക്കുന്നത്? 3 ആൾക്കാരല്ലേ? ഏതൊക്കെയാ? ന്യൂമറേറ്റർ, ഡിനോമിനേറ്റർ, ഓൾട്ടർനേറ്റർ, റിസൾട്ട്. എന്റെ താഴെ ഇതിന്റെ പർപ്പസിന് എഴുതിയിട്ടുണ്ട് സേഫ് ഡിവൈഡ് ഫംഗ്ഷൻ വിത്ത് എബിലിറ്റി ടു ഹാൻഡിൽ ഡിവൈഡ് ബൈ 0 കേസ്. അതിന് 0 കേസ് എന്ത് ചെയ്യാൻ പറ്റും? ഈസിലി ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഫംഗ്ഷന്റെ പേരനുസരിച്ച് സേഫ് ഡിവൈഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഡിനോമിനേറ്ററിൽ എപ്പോഴും 0 വന്നു കഴിഞ്ഞാൽ അതിന് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഇവിടെ എന്തായി? 3 ആർഗ്യുമെന്റ്സ് ഒക്കെ വരാൻ തുടങ്ങി. ഇതുപോലെ ആർഗ്യുമെന്റ്സിന്റെ എണ്ണം കൂടുമ്പോൾ എന്താവും? നമ്മൾ എഴുതുന്ന എക്സ്പ്രഷന്റെ ലെങ്ത്തും നല്ല രീതിയിൽ ഇൻക്രീസ് ആവും. പിന്നെ ലെങ്ത് നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഒരു സിംഗിൾ ലൈനിൽ കാണാൻ പറ്റുമോ? അവിടെ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് ലൈനിലോട്ട് കട്ട് ആവും. അങ്ങനെ വലിയൊരു എക്സ്പ്രഷൻ എഴുതി കഴിഞ്ഞാൽ അവസാനം എന്താവും? നമ്മളുടെ കഥ എഴുതിയ പോലെ ആവല്ലേ? ഒരാൾക്ക് പ്രോപ്പറായിട്ട് റീഡ് ചെയ്യാൻ പറ്റുമോ? ഇൻ കേസ് ഒരു കോമ കൊണ്ടൊരു ഇഷ്യൂ വന്നു, അത് എവിടെ വന്നിരിക്കുന്നത് കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യും? ഒരുപാട് സമയം എടുക്കുന്നുണ്ടാവും. ഏത് ഫംഗ്ഷൻ എവിടെ ക്ലോസ് ചെയ്തു കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടും. ഇതൊക്കെ ഒഴിവാക്കാൻ നമ്മൾ അവിടെ സിൻടാക്സ് ഫോളോ ചെയ്യും. സിൻടാക്സ് നമ്മൾ പൈത്തണിലൊക്കെ സിൻടാക്സ് യൂസ് ചെയ്തിട്ടില്ലേ? അതുപോലെ ഇവിടെ ഡാക്സിനും ഒരു സിൻടാക്സ് ഉണ്ട്. അത് ഫോളോ ചെയ്താലും ഫോളോ ചെയ്തില്ലെങ്കിലും ഇഷ്യൂ ഒന്നുമില്ല. ഫോളോ ചെയ്താലും ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റീഡബിലിറ്റി കിട്ടും നിങ്ങൾക്ക്. നിങ്ങൾക്ക് മാത്രമല്ല ഏതൊരു ഡെവലപ്പർക്ക് വന്നാലും എന്ത് ചെയ്യാൻ പറ്റും? അത് പ്രോപ്പറായിട്ട് റീഡ് ചെയ്യാൻ പറ്റും. ഇൻ കേസ് എന്തെങ്കിലും ഒരു എറർ വന്നു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ട് വന്നില്ല അവർക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് കണ്ടുപിടിക്കാനും പറ്റും. അതുകൊണ്ടാണ് എന്ത് ഫോളോ ചെയ്യുന്നത്? എപ്പോഴും സിൻടാക്സ് സിസ്റ്റം ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സിൻടാക്സ് ഫോളോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും ഫസ്റ്റ് ലൈനിൽ മെഷറിന്റെ പേര് അല്ലെങ്കിൽ കോളത്തിന്റെ പേര് അല്ലെങ്കിൽ ടേബിളിന്റെ പേര് മാത്രം ഡിഫൈൻ ചെയ്യാം. അതിനുശേഷം ഇവിടെ എന്ത് ചെയ്യരുത്? എക്സ്പ്രഷൻ റൺ ചെയ്യരുത്. എക്സ്പ്രഷൻ എവിടെ സ്റ്റാർട്ട് ചെയ്യാം? നെക്സ്റ്റ് ലൈൻ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ് ലൈനിലോട്ട് വരണമെങ്കിൽ ഷിഫ്റ്റ് പ്ലസ് എൻ്റർ പാസ് ചെയ്യണം. എൻ്റർ പ്രസ് ചെയ്താൽ എന്താവും? കമ്മിറ്റ് ആകും അല്ലെങ്കിൽ എക്സിക്യൂട്ട് ആവും. നെക്സ്റ്റ് ലൈനിലോട്ട് വരണമെങ്കിൽ ഷിഫ്റ്റ് പ്ലസ് എൻ്റർ. ഇവിടെ നിന്ന് എന്ത് ചെയ്യുക? ഫംഗ്ഷനെ കോൾ ചെയ്ത് തുടങ്ങും. നമുക്ക് ആരെ കോൾ ചെയ്യുന്നത്? ഡിവൈഡ്. ഡിവൈഡ് അകത്ത് എത്ര ആർഗ്യുമെന്റ്സ് വരുന്നത്? 3 ആർഗ്യുമെന്റ്സ്. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഓൾട്ടർനേറ്റ് റിസൾട്ടും. അതിൽ ഓൾട്ടർനേറ്റ് റിസൾട്ടിന് മാത്രം ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? അതൊരു സ്ക്വയർ ബ്രാക്കറ്റിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഒരു ഫംഗ്ഷന്റെ അകത്ത് ഒരു ആർഗ്യുമെന്റ് സ്ക്വയർ ബ്രാക്കറ്റിലാണ് വരുന്നതെങ്കിൽ അത് ഇൻഡിക്കേഷൻ അത് ഓപ്ഷണൽ കണ്ടീഷൻ എന്നാണ്. എന്താണ് ഓപ്ഷണൽ? എല്ലാവർക്കും അറിയില്ലേ? കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഫംഗ്ഷൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ അല്ലാതെ വരുന്ന ആൾക്കാരൊക്കെ എന്തായിരിക്കും? മസ്റ്റ് കണ്ടീഷൻസ് ആയിരിക്കും. ഇവിടെ ആരൊക്കെയാ മസ്റ്റ് കണ്ടീഷൻ? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മസ്റ്റ് കണ്ടീഷനും ഓൾട്ടർനേറ്റർ റിസൾട്ട് എന്താണ്? ഓപ്ഷണൽ. വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. ഞാനിപ്പോ ഇവിടെ യൂസ് ചെയ്യുന്നില്ല. എന്താണ്? ഫംഗ്ഷൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും, അതിന് ഒരു ഇഷ്യൂ ഉണ്ടാവില്ല. അല്ല ഓൾട്ടർനേറ്റ് റിസൾട്ട് വേണമെങ്കിൽ കൊടുത്താൽ മതി, ഓപ്ഷണൽ ആണ്. ഓൾട്ടർനേറ്റ് റിസൾട്ട് നമ്മൾ സീറോന്റെ കേസിൽ കൊടുക്കുന്നതാണോ? സീറോന്റെ കേസിൽ ഇൻ കേസ് 0 വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ എന്ത് ഡിസ്പ്ലേ ചെയ്യണം എന്ന് പറയാനാണ് ഓൾട്ടർനേറ്റ് റിസൾട്ട് യൂസ് ചെയ്യുക. ഞാനിവിടെ പറയുകയാണ് എനിക്ക് 0 കേസ് വരുന്നില്ല, അപ്പൊ എനിക്കത് യൂസ് ചെയ്യണ്ട. അതാണ് ഓപ്ഷണൽ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 2 ആർഗ്യുമെന്റ് മസ്റ്റും ഒരാൾ എന്താണ്? ഓപ്ഷണലുമാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഫസ്റ്റ് ആർഗ്യുമെന്റ് പാസ് ചെയ്യണം. ഫസ്റ്റ് ആർഗ്യുമെന്റ് പാസ് ചെയ്യുമ്പോൾ വീണ്ടും നെക്സ്റ്റ് ലൈനിലോട്ട് വരുമോ?
അപ്പൊ കറക്റ്റ് ലൈൻ മെഷീൻ തന്നെ ഫോളോ ചെയ്തിരും. കണ്ടോ? ഫസ്റ്റ് ആർഗ്യുമെന്റ് ഏതായിരിക്കും? ന്യൂമറേറ്റർ ആരാ? പ്രോഫിറ്റ്. പ്രോഫിറ്റ് നമ്മുടെ കയ്യിൽ എങ്ങനെയുള്ളത്? ഒരു എക്സ്പ്രഷൻ ആയിട്ടാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നില്ലേ? അപ്പൊ എക്സ്പ്രഷൻ എന്ത് ചെയ്യുക? കോൾ ചെയ്യുക പ്രോഫിറ്റ്. കോമ. കോമ കൊടുക്കുമ്പോൾ കാണാൻ പറ്റും ആ ബ്ലൂ കളർ എങ്ങോട്ട് പോയി? ഡിനോമിനേറ്ററിലോട്ട് പോയി. കണ്ടോ? പറയാണ് ഫസ്റ്റ് ആർഗ്യുമെന്റ് ഓക്കെ, ഇനി നിങ്ങൾ എന്ത് പാസ് ചെയ്തോളൂ? സെക്കൻഡ് ആർഗ്യുമെന്റ് പാസ് ചെയ്തോളൂ. സെക്കൻഡ് ആർഗ്യുമെന്റ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുക? വീണ്ടും നെക്സ്റ്റ് ലൈനിലോട്ട് വരിക. ആ ഫംഗ്ഷനകത്തുള്ള എല്ലാ ആർഗ്യുമെന്റും ഈ ഒരേ ലൈനിൽ വേണം നമ്മൾ എഴുതി കൊടുക്കാൻ. ഡിനോമിനേറ്ററിൽ ആരാ വരുക? ടോട്ടൽ സെയിൽസ്. അതിനെ അവിടെ കോൾ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ രണ്ട് ആർഗ്യുമെന്റ് ആയി. മൂന്നാമത്തെ ആൾ നമുക്ക് ഓപ്ഷണൽ കണ്ടീഷൻ വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. തൽക്കാലം യൂസ് ചെയ്യുന്നില്ല. ഇനി അടുത്ത് എന്ത് ചെയ്യണം? ഫംഗ്ഷനെ ക്ലോസ് ചെയ്യണം. ഇനി വേണമെങ്കിൽ ഫംഗ്ഷൻ ഇവിടെ തന്നെ ക്ലോസ് ചെയ്യാം. ഒരു എററും കാര്യങ്ങളും കാണിക്കാൻ പോകുന്നില്ല. പക്ഷെ സിന്റാക്സ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ ക്ലോസ് ചെയ്യേണ്ടത് നെക്സ്റ്റ് ലൈനിലോട്ട് വരുമോ, എന്നിട്ട് ആ ഫംഗ്ഷനെ കോൾ ചെയ്ത പേരിന്റെ അവിടുന്ന് ഒരു ബ്ലാക്ക് ലൈൻ ഇങ്ങനെ വരുന്നുണ്ടാവും. അതിന്റെ തൊട്ട് താഴെ വന്നിട്ട് എന്ത് ചെയ്യണം? ഫംഗ്ഷൻ ക്ലോസ് ചെയ്യണം. ഒന്ന് ബാക്ക് സ്പേസിലോട്ട് വരുമോ, എന്ത് ചെയ്യുക? ഫംഗ്ഷൻ ക്ലോസ് ചെയ്യും. സിന്റാക്സ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേ സ്റ്റൈലിൽ മാത്രം ഫോളോ ചെയ്യാം, ഇല്ലെങ്കിൽ ഫോളോ ചെയ്യാതിരിക്കുക. അതാണ് ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറഞ്ഞത്. എന്ത് ചെയ്യുന്നു? ഞാൻ കമ്മിറ്റ് ചെയ്യും. ഇപ്പൊ ഇവിടെ ഔട്ട്പുട്ട് കിട്ടും. നമ്മുടെ കറണ്ട് സിറ്റുവേഷനിൽ പ്രോഫിറ്റിന്റെ വാല്യൂ എന്തായിരിക്കും? 8 മില്യണും ടോട്ടൽ സെയിൽസിന്റെ വാല്യൂ എന്തായിരിക്കും? 26 മില്യണും. ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ വലുതും. ഒബിയസ്ലി ഔട്ട്പുട്ട് എന്തായിരിക്കും? 0. ഒരു ഡെസിമൽ വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. നമുക്ക് എന്താ ഡെസിമൽ വാല്യൂ ചെക്ക് ചെയ്യാം. കാർഡ് വിഷൽ സെലക്ട് ചെയ്തു, അതിലോട്ട് ഞാൻ ആ മെഷർ ആഡ് ചെയ്യും. ഓക്കെ. അവിടെ കാണാൻ പറ്റും 0.33. ഈ പ്രോഫിറ്റ് മാർജിൻ ഒക്കെ ഇതുപോലെ 0.33 ഒക്കെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യാം. അല്ല, അതെന്തായിരിക്കും? ഒരു പെർസെൻറ്റേജ് വാല്യൂ ആയിരിക്കും. അപ്പൊ അതിന് എന്ത് ചെയ്യണം? പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യണം. എങ്ങനെയാ ചെയ്യാം? ഇൻറ്റു 100 ചെയ്ത് ശരിയാവോ? പേഴ്സന്റെ സിമ്പിൾ വരില്ല. ജസ്റ്റ് എന്ത് മാത്രമേ ആവും? 33 എന്ന് മാത്രമേ ആവൂ. അത് പെർസെൻറ്റേജ് ആണോ ഇനി വേറെ ഏതെങ്കിലും വാല്യൂ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? അതിന്റെ ഫോർമാറ്റ് ആണ് നമ്മളിവിടെ കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലൊക്കെ ഫോർമാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ആരുടെയാണോ ഫോർമാറ്റ് കൺട്രോൾ ചെയ്യേണ്ടത് ആളെ സെലക്ട് ചെയ്യുക, നേരെ ഫോർമാറ്റ് ഗ്രൂപ്പിലോട്ട് വരിക, അവിടെ എന്ത് ചൂസ് ചെയ്യുക? പെർസെൻറ്റേജ്. അപ്പൊ എന്ത് ചെയ്യും? മെഷീൻ അതിനെ നേരെ പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്തത്. കണ്ടോ? ഒരിക്കലും പോയിട്ട് ഇൻറ്റു 100 ഒന്നും ചെയ്യരുത്. ജസ്റ്റ് ഫോർമാറ്റ് അവിടെ അപ്ഡേറ്റ് ചെയ്താൽ മതി. ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരില്ല? പെർസെൻറ്റേജിന്റെ സിമ്പിൾ ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് എപ്പോഴും ഫോർമാറ്റ് പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്താൽ മതി. ക്ലിയർ ആയോ? ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആണോ? ഡിവൈഡ് ഫംഗ്ഷന്റെ സിറ്റുവേഷനിൽ ഡിനോമിനേറ്റർ നമ്മളൊരു എക്സ്പ്രഷനിൽ കൊടുക്കുന്നത്. ഈ എക്സ്പ്രഷൻ ചില പെർട്ടിക്കുലർ ടൈമിൽ എന്താ ബ്ലാങ്കോ സീറോ ആയി പോവാം. അപ്പൊ അതിനെ പ്രോപ്പർ ആയിട്ട് ആ ഫംഗ്ഷൻ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ അത് ഡിവൈഡിനെ കൊണ്ട് മാത്രമേ പറ്റൂ. അതുകൊണ്ട് അവിടെ ഫംഗ്ഷൻ വരും. ഓപ്പറേറ്റർ വെച്ചിട്ടും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരിക്കലും പെർസെൻറ്റേജിലോട്ട് മാറ്റാൻ ഇൻറ്റു 100 ചെയ്യരുത്. ഡയറക്റ്റ് ഫോർമാറ്റ് ചേഞ്ച് ചെയ്താൽ മതി. എല്ലാവരും ക്ലിയർ ആണോ? ഓൺലൈൻ ഓഫ്ലൈൻ? ഓൺലൈൻ പ്രോപ്പറായി കൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് മാത്രം ഹാൻഡ് റൈസ് ചെയ്ത്, പ്രോപ്പറായി കൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തവർ മാത്രം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത്.
ഒരു ഫംഗ്ഷന്റെ അകത്ത് ഒരു ആർഗ്യുമെന്റ് സ്ക്വയർ ബ്രാക്കറ്റിലാണ് വരുന്നതെങ്കിൽ അതിന് ഇൻഡിക്കേഷൻ എന്തായിരിക്കും? ഓപ്ഷണൽ കണ്ടീഷൻ എന്നാണ് കേട്ടോ. അത് ആവശ്യമുള്ളപ്പോഴും മാത്രം യൂസ് ചെയ്താൽ മതി. ഇനി അത് കൊടുത്തില്ലെങ്കിലും ഫംഗ്ഷന് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഓൺലൈൻ ബാക്കിയുള്ളവർ ചെയ്യുന്നുണ്ടോ? ജോഷിൻ, സെബിൻ ചെയ്യുന്നുണ്ടോ? ഓഫ്ലൈൻ അവർ ചെയ്തു കഴിഞ്ഞോ? ഓക്കെ. നമ്മളിപ്പോ എത്ര അഗ്രിഗേഷനായി? എത്ര അഗ്രിഗേഷൻ ഫംഗ്ഷൻ പഠിച്ചു കഴിഞ്ഞു? ഏതൊക്കെ 6 ഏതൊക്കെയാ? അഗ്രിഗേഷനിൽ ഏതൊക്കെ പഠിച്ചു? സം എക്സ്, ആവറേജ് എക്സ്, ഡിവൈഡ് അഗ്രിഗേഷൻ ഫംഗ്ഷൻ ആണോ? അല്ല. ഡിവൈഡ് അഗ്രിഗേഷൻ ഫംഗ്ഷൻ ആണോ? ഒരിക്കലും അഗ്രിഗേഷൻ ഫംഗ്ഷൻ അല്ല കേട്ടോ. അതായതാണ് മാത്ത് ആൻഡ് ട്രിഗണോമെട്രിക് അണ്ടറിൽ വരുന്ന ഫംഗ്ഷൻ ആണ് ഡിവൈഡ് കേട്ടോ. ഒരു കാരണവശാലും അത് പറഞ്ഞു പോകരുത് കേട്ടോ. സമ്മും ആവറേജും മിന്നും മാക്സ് ഒക്കെയാണ് അഗ്രിഗേഷൻസ്. ഒരിക്കലും ഡിവൈഡ് അഗ്രിഗേഷൻ അല്ല കേട്ടോ. അല്ല, ഓൾമോസ്റ്റ് എല്ലാം കവർ ആവും. അല്ല, ഫിനാൻഷ്യൽ ഫംഗ്ഷൻ അതുപോലെ ഒന്നും ചെക്ക് ചെയ്യില്ല. അല്ലാത്ത ബാക്കിയെല്ലാം കവർ ആവും. മാക്സിമം നിങ്ങൾക്കൊരു പ്രൊജക്ട്, അതായത് നല്ലൊരു പ്രൊജക്ട് ചെയ്യേണ്ട ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും എടുക്കും. പിന്നെ കുറച്ച് ഫംഗ്ഷൻ ഞാൻ എടുക്കില്ല. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ആദ്യം എടുത്ത ഫംഗ്ഷൻസിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ തന്നെ സെൽഫായിട്ട് പഠിക്കേണ്ട കുറച്ച് ആൾക്കാരുണ്ട്. അതൊന്നും ഒരിക്കലും ക്ലാസ്സിൽ പറഞ്ഞുതരാൻ നല്ല ബുദ്ധിമുട്ടുള്ള ഫംഗ്ഷൻസ് ആണ്. പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താവും? ഇല്ലതുകൂടെ കൺഫ്യൂഷൻ ആയിട്ട് പോകും. അതായത് ബേസ് സ്ട്രോങ് ആയിട്ട് അതിന്റെ മുകളിൽ പഠിക്കേണ്ട കുറച്ച് ഫംഗ്ഷൻസ് ഉണ്ട്. അത് അങ്ങനെ പഠിക്കാൻ പറ്റും. അത് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോഴും മനസ്സിലാവും. പക്ഷെ എന്റെ പ്രാക്ടിക്കൽ സമയത്ത് നിങ്ങൾ എന്താവും? കൺഫ്യൂഷൻ ആയിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കും. എന്താ ഇങ്ങനെയെന്നുള്ള രീതിയിൽ ഇരിക്കും. അപ്പൊ തന്നെ കുറച്ചുകൂടെ കാണാൻ പറ്റും ഓരോ ഫംഗ്ഷൻ ഒക്കെ എടുക്കുന്ന സമയത്ത്. ചെറിയ ഡിഫറൻസ് ഉണ്ട്, മൈന്യൂട്ട് ഡിഫറൻസ് വരുന്ന ഫംഗ്ഷൻസ് ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അത് നമുക്ക് ചെറിയ ഡാറ്റ സെറ്റിൽ അത് കാണാനും പറ്റില്ല. അവ തമ്മിലുള്ള ഡിഫറൻസ് വലിയ ഹ്യൂജ് മില്യൺസ് ഓഫ് റോസ് ഒക്കെ വരുമ്പോൾ മാത്രം മൈന്യൂട്ട് ഡിഫറൻസ് കാണിക്കുന്ന ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ട്. ഒക്കെ ബൈ എക്സ്പീരിയൻസ് മാത്രമേ പഠിക്കാൻ പറ്റൂ. ഈ ഡാക്സോണർ സിനാരിയോ അങ്ങനെ തന്നെയാണ്. നമുക്ക് ബൈ പ്രാക്ടീസും പിന്നെ കുറച്ച് എക്സ്പീരിയൻസ് വെച്ചിട്ട് മാത്രമേ പഠിക്കാൻ പറ്റൂ. അപ്പോൾ ഓരോന്നും എന്ത് ചെയ്യണം? എക്സ്പീരിയൻസ് മീൻസ് കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യണമെന്നില്ല കേട്ടോ. നമുക്ക് തന്നെ സെൽഫായി ഇരുന്ന് പ്രാക്ടീസ് ചെയ്താൽ അതിനെ എക്സ്പീരിയൻസിനെ കോൾ ചെയ്യുക. അതുകൊണ്ട് ഞാൻ പറയുന്ന എക്സ്പീരിയൻസ് ഒരിക്കലും നിങ്ങൾ കമ്പനിയിൽ പോയിട്ട് ഗെയിൻ ചെയ്യണമെന്ന് ഞാൻ പറയുന്നതല്ല. നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഗെയിൻ ചെയ്യുന്ന എക്സ്പീരിയൻസിനെയാണ് ഞാൻ എക്സ്പീരിയൻസ് എന്നൊക്കെ ക്ലാസ്സിൽ പറയുന്നത് കേട്ടോ. മുമ്പ് ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു സ്റ്റുഡന്റിനോട് ഫീഡ്ബാക്ക് പറഞ്ഞ സാർ എപ്പോഴും പറയും എക്സ്പീരിയൻസ് പഠിക്കണം, ഫസ്റ്റ് ജോലി കിട്ടണ്ടെന്ന് പറയും. ഒരാൾ എന്നോട് പറഞ്ഞ ഫീഡ്ബാക്ക് ആയിരുന്നു ഇത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഞാൻ പറയുന്ന എക്സ്പീരിയൻസ് കമ്പനിയിൽ പോയിട്ട് കിട്ടുന്നതല്ല. നിങ്ങൾക്ക് സെൽഫായിട്ട് ഗെയിൻ ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പൊ ഞാൻ പറയാം, എനിക്ക് ഒരുപാട് വർഷത്തെ ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല, വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷെ ഞാൻ തന്നെ ഒരുപാട് ഡെയിലി പ്രാക്ടീസ് ഞാൻ ഗെയിൻ ചെയ്ത കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട്. അതെനിക്ക് എന്ത് ചെയ്യാം? അവിടെ 2-3 വർഷം എനിക്ക് വാല്യൂ ആഡ് ചെയ്യുന്ന പോലെ എനിക്ക് ആഡ് ചെയ്ത് പറയാനുള്ള ധൈര്യം എനിക്ക് അവിടെ ഉണ്ട്. ഡെയിലി പ്രാക്ടീസ് കൊണ്ട് മാത്രമാണ്. ഓക്കെ, അപ്പോ ഡിവൈഡ് ആയി. ഇനി അടുത്ത പഠിക്കാൻ പോകുന്നതാണ് മിന്നും മാക്സും. എന്തായിരിക്കും മിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു കോളത്തിലെ ഏറ്റവും മിനിമം വാല്യൂവിനെ കണ്ടുപിടിക്കുക. ആ മിനിമം വാല്യൂ ഏതൊക്കെ കോളന്നാകാം? ന്യൂമറിക്കൽ കോളന്നാകാം, ടെക്സ്റ്റ് കോളം ആകാം, ഡേറ്റ് കോളം ആകാം കേട്ടോ. എല്ലാ ആൾക്കാരെയും ആർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും? മിൻ ഫംഗ്ഷൻ ഈസിലി സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ എന്റെ കയ്യിൽ ഒരു ന്യൂമറിക്കൽ ഫിസിക്കൽ കോളം അവൈലബിൾ ആണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഏത് ഫംഗ്ഷൻ യൂസ് ചെയ്യാം? മിൻ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഓക്കെ, നമ്മളവിടെ അറൌണ്ട് എത്ര ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്? 10,000 സംതിങ് ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഏറ്റവും മിനിമം ആയിട്ട് പോയിരിക്കുന്ന ക്വാണ്ടിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇത്രയും ട്രാൻസാക്ഷൻ നടന്നിട്ട് അതിൽ ഏറ്റവും മിനിമം ആയിട്ട് നടന്നിരിക്കുന്ന ക്വാണ്ടിറ്റി ഏതാണെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് ആര് യൂസ് ചെയ്യാം? മിൻ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. അതിനകത്ത് എന്താ പാസ് ചെയ്യേണ്ടത്? ആർഗ്യുമെന്റ് ആ കോളത്തിന്റെ പേരായിരിക്കും പാസ് ചെയ്യേണ്ടി വരുമോ. ഇപ്പൊ എന്ത് ചെയ്യാം? ഇംപ്ലിമെന്റേഷൻ ജസ്റ്റ് കാണിച്ചു തരാം. ഡമ്മി ടേബിൾ സെലക്ട് ചെയ്തു, ന്യൂ മെഷറിന്റെ പേര് ഞാൻ മിനിമം ക്വാണ്ടിറ്റി എന്ന് പാസ് ചെയ്തു.
മിന്നിനെ കോൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഇതുവരെ കാണാത്തൊരു ടൈപ്പ് കാര്യങ്ങളൊക്കെ അതിൽ കാണാൻ പറ്റും. താഴെ ഒരു വലിയ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ടോ? എന്താ? റിട്ടേൺ ദ സ്മോളസ്റ്റ് ന്യൂമറിക് വാല്യൂ ഓർ സ്മോളസ്റ്റ് സ്ട്രിംഗ് ഇൻ എ കോളം ഓർ സ്മോളർ വാല്യൂ ബിറ്റ്വീൻ ടു സ്കേലാർ എക്സ്പ്രഷൻ, ഇഗ്നോർ ലോജിക്കൽ വാല്യൂസ്. ഈ ഒരു ഏരിയ എന്താണെന്ന് ഞാൻ പിന്നീട് പറഞ്ഞുതരാം കേട്ടോ. സ്മോളർ വാല്യൂ ബിറ്റ്വീൻ ടു സ്കേലാർ എക്സ്പ്രഷനിലെ കൺസെപ്റ്റ് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. നമുക്കിപ്പോൾ ആരെയാ ഫോക്കസ് ചെയ്യുന്നത്? ഒരു ന്യൂമറിക്കൽ കോളത്തിലെ അല്ലെങ്കിൽ ഒരു സ്ട്രിംഗ് കോളത്തിലെ ഏറ്റവും ചെറിയ വാല്യൂ. അപ്പൊ നമുക്ക് ആരെ മാത്രം ഫോക്കസ് ചെയ്താൽ മതി? ഫസ്റ്റ് ആർഗ്യുമെന്റിനെ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ആരാണ്? കോളത്തിന്റെ പേര്. സ്കേലാർ 1 സ്കേലാർ 2 നമ്മൾ തൽക്കാലം ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നില്ല. അതിന്റെ കൺസെപ്റ്റ് ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നമുക്ക് ഇവിടെ യൂസ് ചെയ്യാനുണ്ട് അതൊക്കെ. ഓക്കെ, നമുക്ക് ഇവിടെ യൂസ് ചെയ്യേണ്ട കോളത്തിന്റെ പേര് ഏതാ? ക്വാണ്ടിറ്റി. അത് ഒരു ഫിസിക്കൽ കോളം അവൈലബിൾ ആയതുകൊണ്ട് ഡയറക്റ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം? ആ കോളത്തിനെ കോൾ ചെയ്യാം. സെയിൽസ് ഡാറ്റയിലെ ക്വാണ്ടിറ്റി ഫംഗ്ഷൻ ക്ലോസ് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. ഞാൻ കാർഡ് വിഷൽ സെലക്ട് ചെയ്തു, അതിലോട്ട് ആ മെഷർ ആഡ് ചെയ്യും. എന്തായിരിക്കും വരാൻ പോകുന്നത്? 1. ഓക്കെ, ഇത്രയും ട്രാൻസാക്ഷൻ തന്നാൽ ഏറ്റവും മിനിമം ആയിട്ട് പൊരിക്കുന്ന വാല്യൂ എത്രയാ? 1. അതുപോലെ നമുക്ക് 26 മില്യൺ എന്ന് പറഞ്ഞ വാല്യൂ കിട്ടി. 26 മില്യൺ എന്ന് പറഞ്ഞ വാല്യൂ എന്തായിരിക്കും? 10,000 ട്രാൻസാക്ഷന്റെയും ഓവറോൾ സം ആയിരിക്കും. ഈ അതിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടത് ആ ഒരു 10,000 സംതിങ് ട്രാൻസാക്ഷൻ നടന്നിട്ട് അവിടെ ഉണ്ടായിരിക്കുന്ന ഏറ്റവും മിനിമം റവന്യൂ എത്രയാണ്? എത്രയും ചെറിയ വാല്യൂ നടന്ന ട്രാൻസാക്ഷൻ ആ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ക്ലിയർ ആയോ? അപ്പൊ എന്തുണ്ട് വരും? ടോട്ടൽ സെയിൽസിന്റെ ഏറ്റവും മിനിമം കണ്ടുപിടിക്കേണ്ടി വരും. പക്ഷെ ടോട്ടൽ സെയിൽസിന്റെ കോളം കയ്യിലുണ്ടോ? ഇല്ല. പക്ഷെ അങ്ങനെ ഒരു വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന കൺസെപ്റ്റ് അറിയാം. ഏതാണ്? എക്സ് ഫംഗ്ഷന്റെ കൺസെപ്റ്റ്. അപ്പൊ മിന്നിന്റെ കൂടെ നമുക്ക് ആരെ ആഡ് ചെയ്യാം? മിൻ എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആഡ് ചെയ്യാം. മിൻ എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമുക്ക് അവിടെ യൂസ് ചെയ്യാം. അതിനകത്ത് പാസ് ചെയ്യേണ്ട ആർഗ്യുമെന്റ്സ് എന്തൊക്കെയായിരിക്കും? എക്സ് ഫംഗ്ഷൻ ആണെങ്കിൽ പാസ് ചെയ്യേണ്ട ആർഗ്യുമെന്റ്സ് എന്തൊക്കെയായിരിക്കും? ടേബിളിന്റെ പേരും ആ കോളം ക്രിയേറ്റ് ചെയ്യേണ്ട എക്സ്പ്രഷനും. അത് ഞാൻ ഇംപ്ലിമെന്റ് ചെയ്ത് കാണിച്ചുതരാം. ഞാൻ ഡമ്മി ടേബിൾ സെലക്ട് ചെയ്തു, ന്യൂ മെഷർ. മെഷറിന്റെ പേര് ഞാൻ മിനിമം റവന്യൂ എന്ന് പേര് പാസ് ചെയ്തു, ഈക്വൽ ടു മിൻ എക്സ്. അവിടെ 3 ആർഗ്യുമെന്റ് കാണാൻ പറ്റും. മൂന്നാമത്തെ ആർഗ്യുമെന്റ് എങ്ങനെയാ വന്നിരിക്കുന്നത്? സ്ക്വയർ ബ്രാക്കറ്റിൽ, മീൻസ് ഓപ്ഷണൽ. ആവശ്യമില്ല. നമുക്ക് ആരെ മാത്രമേ ആവശ്യമുള്ളൂ? ടേബിളും എക്സ്പ്രഷനാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അവിടെ താഴെ എഴുതിയിരിക്കുന്നത് കണ്ടോ? റിട്ടേൺ ദ സ്മോളസ്റ്റ് ന്യൂമറിക് വാല്യൂ ഓർ സ്മോളസ്റ്റ് സ്ട്രിംഗ് ദാറ്റ് റിസൾട്ട് ഫ്രം ഇവാലുവേറ്റിംഗ് ആൻ എക്സ്പ്രഷൻ ഫോർ ഈച്ച് റോ ഓഫ് എ ടേബിൾ. നമ്മളിവിടെ കൊടുക്കുന്ന എക്സ്പ്രഷൻ എന്ത് ചെയ്യും? ഓരോ റോ വൈസും ഐട്രേറ്റ് ചെയ്യും, എന്നിട്ട് അവിടെ വാല്യൂ സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് കിട്ടിയിരിക്കുന്ന വാല്യൂ നിന്ന് ഏറ്റവും മിനിമം വാല്യൂവിനെ ആയിരിക്കും ആ ഫംഗ്ഷൻ നമുക്ക് റിട്ടേൺ ചെയ്ത് തരുക. നമുക്ക് ഇവിടെ യൂസ് ചെയ്യുന്ന ടേബിൾ ഏതായിരിക്കും? സെയിൽസ് ഡാറ്റ, കോമ എന്തായാലും നമ്മുടെ എക്സ്പ്രഷൻ, കോളം ക്രിയേറ്റ് ചെയ്യേണ്ട എക്സ്പ്രഷൻ എന്താണ്? സെയിൽസ് ഡാറ്റയിലെ ക്വാണ്ടിറ്റി ഇൻറ്റു സെയിൽസ് ഡാറ്റയിലെ പ്രൈസ്. ഇത് എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക? ഈ ഒരു ടേബിൾ എന്ത് റിട്ടേൺ ചെയ്ത് തരും? അതിൻ്റെ അകത്തിലെ എല്ലാ റോസും നമുക്ക് അവിടെ അതിൻ്റെ അകത്ത് കയറാനുള്ള പെർമിഷൻ തരും. അറൌണ്ട് 10,889 റോസ് അവിടെ ഉണ്ട്. അപ്പൊ അത്രയും റോസിന്റെ അകത്ത് ഈ എക്സ്പ്രഷൻ ഐട്രേറ്റ് ചെയ്യാനുള്ള പെർമിഷൻ നമുക്ക് കിട്ടി. അപ്പൊ ഓരോ റോ വൈസ് എന്ത് ചെയ്യും? ഈ എക്സ്പ്രഷൻ ഐട്രേറ്റ് ചെയ്യും, വാല്യൂ അവിടെ സ്റ്റോർ ചെയ്തിടും. എന്നിട്ട് അവസാനം എന്ത് ചെയ്യും? ആ സ്റ്റോർ ചെയ്തിട്ട വാല്യൂസ് നിന്ന് ഏറ്റവും മിനിമത്തിന് ഈ ഫംഗ്ഷൻ നമുക്ക് റിട്ടേൺ ചെയ്ത് തരും. അവിടെ എന്ത് ചെയ്തു? കമ്മിറ്റ് ചെയ്തു, കാർഡ് വിഷൽ സെലക്ട് ചെയ്തു, അതിലോട്ട് എത്രയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കാണാം 35 ഉണ്ടോ? 26 മില്യൺ റവന്യൂ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ ഒരാൾ അവിടെ കൊടുത്തിന് ഏറ്റവും മിനിമം വാല്യൂ എത്രയാ? 35 രൂപ കണ്ടോ? ക്ലിയർ ആയോ? അപ്പോ മിന്നുമായി മിൻ എക്സുമായി ഇതുപോലെ ആരുണ്ടാവും? മാക്സും ഉണ്ടാവും, മാക്സ് എക്സും അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് തന്നെ ഒന്ന് സെൽഫായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുമോ? മിന്നും മിന്നക്സും ചെയ്ത പോലെ മാക്സും മാക്സ് എക്സും. ഓൺലൈൻ എല്ലാവരും ക്ലിയർ ആണോ? ഏതാ? എക്സ്പ്രഷൻ എഴുതിയതൊന്നുമില്ല. ഏത് എക്സ്പ്രഷൻ എഴുതിയത്? മിന്നക്സ് എഴുതിയതാണോ? ഇല്ല, അത് വേറെ കൺസെപ്റ്റ്. അങ്ങനെ കൊടുത്ത് പഠിക്കും. മിന്നക്സ് എന്ന് പറഞ്ഞാൽ
ബാക്കി സം എക്സും ആവറേജ് എക്സും പോലെ തന്നെ ഫസ്റ്റ് ഏതാണ് ടേബിൾ എന്നും സെക്കൻഡ് വൺ ആ ടേബിൾ നമ്മളൊരു കോളം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ കോളം ഉണ്ടാക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന എക്സ്പ്രഷൻ എന്താണെന്ന്. അങ്ങനെ ഒരു കോളം ഉണ്ടാക്കുന്ന നമ്മൾ ഏത് എക്സ്പ്രഷൻ യൂസ് ചെയ്യാം? ക്വാണ്ടിറ്റിയും പ്രൈസും മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, ഇവിടെ എന്തായി? ഈ ഒരു ടേബിളിന്റെ അകത്ത് എത്ര റോസ് ഉണ്ടോ അത്രയും റോസിന്റെ അകത്തോട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ നമുക്ക് അവിടെ കിട്ടി. ഓരോ റോയിലും പോയിട്ട് എന്ത് ചെയ്യും? ക്വാണ്ടിറ്റിയും പ്രൈസും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് വാല്യൂ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കും. ആ സ്റ്റോർ ചെയ്ത് വെച്ച വാല്യൂവിലെ ഏറ്റവും മിനിമം വാല്യൂ ഈ ഫംഗ്ഷൻ നമുക്ക് റിട്ടേൺ ചെയ്ത് തരും. ക്ലിയർ ആയോ? ഓൺലൈൻ ക്ലിയർ ആയോ ചോദിച്ചത്? യെസ് സർ. എന്തായിരുന്നു? മിനിമം വാല്യൂ അങ്ങനെ കൊടുക്കരുത്. അത് കുറച്ചുകൂടെ കൺസെപ്റ്റുകൾ പഠിക്കാനുണ്ട്. അതുകൊണ്ട് അങ്ങനെ കൊടുക്കരുത്. തൽക്കാലം ഈ രീതിയിൽ തന്നെ എഴുതി പഠിച്ചാൽ മതി. സർ മിൻ ഫംഗ്ഷന്റെ ഒന്ന് കാണിക്കാം. മിൻ ഫംഗ്ഷൻ മിൻ ഫംഗ്ഷൻ അകത്തൊന്നുമില്ല. മിൻ ഫംഗ്ഷൻ നമ്മൾ സമ്മ് ആവറേജ് യൂസ് ചെയ്ത പോലെ ഒരു സിംഗിൾ കോളം മാത്രം അതിന്റെ അകത്ത് പാസ് ചെയ്യാൻ പറ്റുള്ളൂ. മിൻഎക്സ് ആകുമ്പോൾ ടേബിളിന്റെ പേരും ആ കോളം ക്രിയേറ്റ് ചെയ്യേണ്ട എക്സ്പ്രഷനും. ആകെ ഡിഫറൻസ് എന്താ? എക്സിന്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഫംഗ്ഷനിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ബാക്കി എക്സ് ഫംഗ്ഷന്റെ കൺസെപ്റ്റ് എല്ലാ സ്ഥലത്തും എക്സാക്ട്ലി സെയിം ആണ്. അത് ആവറേജ് എക്സ് ആയാലും സം എക്സ് ആയാലും മിൻ എക്സ് ആയാലും മാക്സ് എക്സ് ആയാലും. ഓൺലൈൻ പ്രോപ്പറായി ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞവർ മാത്രം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുക. ഇനി ആർക്കെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ചോദിച്ചോളൂ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇപ്പൊ മിന്നില് നമ്മള് റവന്യൂന്റെ മിനിമം വാല്യൂ കാണാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി ആ മെഷർ വാല്യൂ എടുത്തിട്ട് ഇട്ടാൽ മതി. എന്താണ് ക്ലിയർ ആയില്ല? കേൾക്കുന്നുണ്ടോ സർ? പറഞ്ഞോളൂ. നമ്മള് മിൻ യൂസ് ചെയ്തിട്ട് റവന്യൂന്റെ മിനിമം വാല്യൂ കാണുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആ മെഷറിനെ ഇവിടെ കോൾ ചെയ്താൽ മതി. മിന്നെക്സ് ആണെന്നുണ്ടെങ്കിൽ ആ മെഷറിനെ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂസും ടേബിളും വെച്ചിട്ട് കോൾ ചെയ്യേണ്ടി വരും. അതായത് ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കയ്യിൽ ഒരു ഫിസിക്കൽ കോളം ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ ഏറ്റവും മിനിമം വാല്യൂ കണ്ടുപിടിക്കാൻ ആര് യൂസ് ചെയ്യാം? മിൻ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഇനി ഒരു കോളം ഇല്ല, നമുക്ക് എങ്ങോട്ട് മൂവ് ചെയ്യാം? മിൻ എക്സിലോട്ട് മൂവ് ചെയ്യാം. അത്രമാത്രം ആവശ്യം മതി. ക്ലിയർ ആയിരിക്കും മണി? നിങ്ങൾ ഒരിക്കലും പോയിട്ട് ഈ ഫംഗ്ഷനകത്ത് എന്ത് ചെയ്യരുത്? എക്സ്പ്രഷന് റീകോൾ ചെയ്യരുത്. ആ കൺസെപ്റ്റ് മൊത്തം മാറി മറിയും. തൽക്കാലം നിങ്ങൾ ഈ രീതിയിൽ മാത്രം പഠിച്ച് മുമ്പോട്ട് പോകുക. ഒരു 2-3 ദിവസം കഴിയുമ്പോൾ ആ കൺഫ്യൂഷൻ നമുക്ക് മാറ്റിയെടുക്കാം. നിങ്ങളുടെ കുറച്ചുപേര് ഡൗട്ട് ഇതായിരിക്കും. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതല്ല നിങ്ങൾ ഈ എക്സ്പ്രഷൻ ഇവിടെ കൊടുക്കുന്നതിന് പകരം നിങ്ങൾ എന്താ പറയുന്നത്? ടോട്ടൽ സെയിൽസ് നിങ്ങൾ കോൾ ചെയ്യാന്നല്ലേ പറയുന്നത്. ഇതിന്റെ അകത്ത് വീണ്ടും ആര് കിടക്കുവാണ്? സം എക്സ്. മിൻ എക്സിന്റെ അകത്ത് വീണ്ടും സം എക്സിന്റെ വല്ല ആവശ്യമുണ്ടോ? ഹൈലി കോംപ്ലക്സ് ആക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ജസ്റ്റ് എക്സ്പ്രഷൻ അവിടെ കൊടുത്താൽ പോരെ? ഇതെല്ലാം കുറച്ചുകൂടെ മീനും ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പം. നിങ്ങൾ ആളെന്താണ് വീണ്ടും നമ്മൾ കൺഫ്യൂഷൻ ആക്കി അങ്ങേറ്റം കൊണ്ടുപോവാണ്. അത് കറക്റ്റ് തരും, പക്ഷെ എന്തിനാ വെറുതെ കൺഫ്യൂഷൻ ആക്കുന്നത്? എഴുതിയാ പോരെ? ക്ലിയർ ആയോ? ടോട്ടൽ സെയിൽസിന്റെ അകത്ത് ആരുണ്ട്? സം എക്സ് ഉണ്ട്. അപ്പൊ മിൻ എക്സിന്റെ അകത്ത് വീണ്ടും സം എക്സ് പോയി വർക്ക് ചെയ്ത് ഇതിന്റെ ആവശ്യം അത്രയും ചെയ്യണ്ടേ? അങ്ങനെ ചെയ്താൽ പോരെ? നിങ്ങൾ അത്രമാത്രം ആലോചിച്ചാൽ മതി. ജസ്റ്റ് ഒരു കോളം ക്രിയേറ്ററിന്റെ എക്സ്പ്രഷന്റെ അവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? അതിന് കൺഫ്യൂഷൻ അതിന്റെ അങ്ങേ അറ്റം കൊണ്ട് പോയി കൊടുക്കാൻ പോകണം. അങ്ങനെ ചെയ്തു വെക്കരുത് കേട്ടോ. ഓൺലൈൻ മിന്നും മിന്നെക്സും മാക്സും മാക്സ് എക്സിന്റെയും കൺസെപ്റ്റ് പ്രോപ്പറായി ഇംപ്ലിമെന്റ് ചെയ്തവർ മാത്രം ഹാൻഡ് റൈസ് ചെയ്യും.
കിട്ടിയ ഏറ്റവും മാക്സിമം വാല്യൂ എത്രയാണ്? അത് 10,889 ട്രാൻസാക്ഷൻ നടന്നിട്ട് അവിടെ നടന്ന ഏറ്റവും വലിയ ട്രാൻസാക്ഷൻ ഏതാ? ഏത് വാല്യൂ എവിടെയാണ്? 9,988. ഇപ്പൊ ഇതൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു കൊടുക്കേണ്ടി വരും. അറിയാറില്ല, ആ ഒരു കമ്പനിയിൽ നടന്ന ഏറ്റവും വലിയ ട്രാൻസാക്ഷൻ എമൗണ്ട് എത്രയാണെന്ന് ചോദിക്കും. അതാണ് എന്ത് വരുന്നത്? 9,988. അത് 3 വർഷം സെയിൽ നടന്നിട്ടും അവിടെ ഏറ്റവും ഹയസ്റ്റ് നടന്നിരിക്കുന്ന വാല്യൂ എത്രയാണ്? 9,988. ഏറ്റവും മിനിമം നടന്നിരിക്കുന്ന ട്രാൻസാക്ഷൻ എത്രയാ? 35. ഓഫ്ലൈൻ എല്ലാവരും ചെയ്തു കഴിഞ്ഞോ? എല്ലാവരും കൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കിയിട്ടല്ലേ ഇംപ്ലിമെന്റ് ചെയ്തേ? എക്സ്പ്ലെയിൻ ചെയ്ത് തരണോ ആർക്കെങ്കിലും ഒന്നുകൂടെ? ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈൻ? ചെയ്തു കഴിഞ്ഞ ഓഫ്ലൈൻ എല്ലാവരും കറക്റ്റ് തന്നെയാണ് ആൻസർ കിട്ടിയ. മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട്, മാക്സിമം നടക്കുന്ന ട്രാൻസാക്ഷൻ എമൗണ്ട് 9,988 തന്നെയാണോ? 9988. ഓൺലൈൻ എല്ലാവർക്കും സെയിം തന്നെയാണ്. ഡാക്സ് പഠിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങളോട്, ചാടിക്കേറി ചെയ്തു പോകരുത്. ഓരോന്നും എന്തിനാണ് ചെയ്യുന്നത്, ആ വാല്യൂ എന്താണ് ഡിസ്പ്ലേ ചെയ്യാൻ പോകുന്നതൊക്കെ മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കൺസെപ്റ്റ് മനസ്സിലാക്കാൻ പറ്റും. എടുത്ത് ചാടി ചെയ്തു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവും. ഒന്ന് സമയം എടുത്തിട്ട് സ്റ്റാർട്ടിങ്ങിൽ ചെയ്തു നോക്കും. പിന്നെ നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് പിന്നീട് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. സ്റ്റാർട്ടിങ്ങിൽ ഓവർ സ്പീഡ് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ, ഇതുവരെ അടുത്ത എല്ലാ ഫംഗ്ഷനും ക്ലിയർ ആണോ? നമ്മൾ ഇതുവരെയൊക്കെ ഏതൊക്കെ മെയിൻ കാറ്റഗറീസ് ഏതൊക്കെയായി? മെയിൻ കാറ്റഗറി ഓഫ് ഫംഗ്ഷൻ ഏതൊക്കെയായി? അഗ്രിഗേഷൻ, റിലേഷൻഷിപ്പ്, മാത്ത് ആൻഡ് ട്രിഗണോമെട്രി. ഓക്കെ, അതില് അഗ്രിഗേഷൻ അണ്ടറിൽ ഏതൊക്കെ ഫംഗ്ഷൻ ആയി? എക്സ് ഫംഗ്ഷൻ വിട്ടേക്ക്. ആരൊക്കെ? സമ്മ്, അല്ല എക്സ് ഫംഗ്ഷൻ പിന്നെ എഴുതാം. സമ്മ്, ആവറേജ്, മിന്ന്, മാക്സ്. ഓക്കെ, പിന്നെ നോക്കി വരാൻ പറഞ്ഞ കൗണ്ടും കൗണ്ട് ഒക്കെ ഇതിന്റെ അകത്ത് വരുന്ന തന്നെയാണ്. അത് നിങ്ങൾ സെൽഫായിട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, ഈ 4 ഫംഗ്ഷനും നമുക്ക് എപ്പോഴും മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ? ഒരു കോളത്തിലെ എല്ലാ വാല്യൂസിന്റെയും അഗ്രിഗേഷൻ ചെയ്യുമ്പോഴും മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. എന്റെ കയ്യിലൊരു ഒരു കോളം ഉണ്ട്, അതിൽ എല്ലാ വാല്യൂസിന്റെയും സം ഒരുമിച്ച് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആര് യൂസ് ചെയ്യാൻ പറ്റുമോ? സം ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പറ്റും. അവരുടെ എല്ലാവരുടെയും ആവറേജ് ഒരുമിച്ച് എടുക്കണം. അപ്പോൾ ആര് യൂസ് ചെയ്യാൻ പറ്റുമോ? ആവറേജ് യൂസ് ചെയ്യാൻ പറ്റും. അതിൽ ഏറ്റവും മിനിമം വാല്യൂ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ മിൻ അല്ലെങ്കിൽ മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുമോ? ഒരു ഫിസിക്കൽ കോളം ഉണ്ടാകുകയും വേണം, ആ കോളത്തിലെ എല്ലാവരെയും ഒരുമിച്ച് കൺസിഡർ ചെയ്യുകയും വേണം. ആ സിറ്റുവേഷനിൽ നമുക്ക് ഇതുപോലെ ബേസിക് അഗ്രിഗേഷൻസ് യൂസ് ചെയ്യാൻ പറ്റുമോ? ക്ലിയർ ആയോ? ഇനി ഓരോ റോ വൈസ് കൺട്രോൾ ചെയ്ത് കാര്യങ്ങൾ സെറ്റ് ചെയ്യണം. നമ്മളിവിടെ ഓരോ റോ വൈസ് കൺട്രോൾ ചെയ്യുന്നുണ്ടോ? ഇല്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിൾ ഒരു സിംഗിൾ കോളം മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒരു സിംഗിൾ കോളം. കോളത്തിന്റെ പേര് റോസ്. ഓക്കെ, പിന്നെ ബാക്കി കോളംസ് ഞാൻ എഴുതുന്നില്ല. 20, 50, 40, 60, 80. ഓക്കെ, ഈ ഒരു കോളത്തിൽ എല്ലാ വാല്യൂസിനെയും ഒരുമിച്ച് കൺസിഡർ ചെയ്യണമെങ്കിൽ നമുക്ക് ആര് യൂസ് ചെയ്യാം? സം യൂസ് ചെയ്യാം. ഇനി അതില് ഓരോ വാല്യൂസിന് കറക്റ്റ് നോക്കി 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 ചെയ്യണമെങ്കിൽ അതൊരിക്കലും സമ്മിന് ചെയ്യാൻ പറ്റില്ല. അത് ഓരോ റോയിലും കയറി കൺട്രോൾ ചെയ്ത് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ
അത് ആരെ കൊണ്ട് മാത്രമേ പറ്റൂ? അത് എക്സ് ഫംഗ്ഷനെ കൊണ്ട് മാത്രമേ ചെയ്യൂ. അതാണ് ഓരോ റോയിൽ നമുക്ക് എന്തിനുള്ള പവർ ഉണ്ട്? ഐട്രേറ്റ് ചെയ്യിക്കാനുള്ള പവർ ഉണ്ട്. ആർക്ക്? എക്സ് ഫംഗ്ഷനിന്. അത് സമ്മിന്റെ പവർ വരുന്ന ആളാണ് സം എക്സ്, ആവറേജിന്റെ ഒരാളാണ് ആവറേജ് എക്സ്, മിന്നിന്റെ കൂടെ വരുന്ന ആളാണ് മിൻ എക്സ്, മാക്സിന്റെ കൂടെ വരുന്ന ആളാണ് മാക്സ്. അത് ഓരോ റോ വൈസ് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ ഈ എക്സ് ഫംഗ്ഷൻസ് കൊണ്ട് മാത്രമേ പറ്റൂ. അത് നോർമൽ ബേസിക് അഗ്രിഗേഷൻസിനെ കൊണ്ട് പോസിബിൾ അല്ല. ക്ലിയർ ആണോ? ഇനി എക്സ് ഫംഗ്ഷൻ ആണെങ്കിൽ അതിനകത്ത് എപ്പോഴും പാസ് ചെയ്യേണ്ട ആർഗ്യുമെന്റ്സ് എന്തൊക്കെയായിരിക്കും? ഏത് ടേബിളിനകത്താണ് നമുക്ക് പെർഫോം ചെയ്യേണ്ടതെന്നും, സെക്കൻഡ് വൺ ഏതാണ് നമ്മുടെ ആ ഒരു കോളം അല്ലെങ്കിൽ കോളം എക്സ്പ്രഷൻ എന്താണെന്ന് പറയും. ക്ലിയർ ആണോ? അത് ഏത് എക്സ് ഫംഗ്ഷൻ ആയാലും സെയിം തന്നെയാണ്. ഈ സമ്മും ആവറേജും മിന്നും മാക്സും കോമൺലി ഇതിന്റെ അകത്ത് പാസ് ചെയ്യേണ്ട ആർഗ്യുമെന്റ് എന്തായിരിക്കും? കോളത്തിന്റെ പേരായിരിക്കും. കോളം നെയിം ആയിരിക്കും ഇതെല്ലാത്തിന്റെ അകത്തും പാസ് ചെയ്യേണ്ടി വരും. ക്ലിയർ ആണ് എല്ലാവർക്കും? ഓൺലൈനിലാണെങ്കിൽ ഈ പറഞ്ഞ കൺസെപ്റ്റ് ക്ലിയർ ആണോ? ഓക്കെ. ഇനി ഒന്നുകൂടെ നന്നായിട്ട് മനസ്സിലാവാൻ പോകുന്ന മെത്തേഡിലോട്ടാണ് അടുത്ത മൂവ് ചെയ്യാൻ പോകുന്നത്. ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഒരു EC-1 എന്ന് പറഞ്ഞൊരു എക്സൽ വർക്ക് ബുക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അവൈലബിൾ ആണോ? അതിനകത്തൊരു ഈസി ടേബിൾ നിങ്ങളുടെ കയ്യിൽ കാണാൻ പറ്റും. അത് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്തില്ല അവർ. സോറി, അതൊന്ന് ജസ്റ്റ് പവർ ബിയിലോട്ട് ലോഡ് ചെയ്തേ. EC-1 എന്ന് പറഞ്ഞ എക്സൽ വർക്ക് ബുക്കിലെ ഈസി ടേബിൾ ജസ്റ്റ് പവർ ബിയിലോട്ട് ഒന്ന് എല്ലാവരും ലോഡ് ചെയ്തേ. ഓൺലൈൻ പ്രോപ്പറായി ലോഡ് ചെയ്തവർ മാത്രം ഹാൻഡ് റൈസ് ചെയ്യാം കേട്ടോ. EC-1 എക്സൽ വർക്ക് ബുക്കില് ഈസി ടേബിൾ മാത്രം പവർ ബിയിലോട്ട് ലോഡ് ചെയ്യുക. അത് യൂണിറ്റ് മാറ്റിയിട്ടുണ്ടായിരുന്നു. യൂണിറ്റ് കോൾ ഔട്ട് വാല്യൂടെ യൂണിറ്റ് ചേഞ്ച് ചെയ്യുക. ഫോർമാറ്റ് പെയിനിൽ വന്നിട്ട് കോൾ ഔട്ട് വാല്യൂവില് യൂണിറ്റ് ചേഞ്ച് ചെയ്തിട്ടായിരുന്നു മുഴുവൻ നമ്പറായിട്ട് കാണിച്ചത്. വിത്തൗട്ട് യൂണിറ്റ് ജസ്റ്റ് വിഷ്വൽ സെലക്ട് ചെയ്യാം. ഫോർമാറ്റ് പെയിൻ, അതിൽ കോൾ ഔട്ട് വാല്യൂ, ഇവിടെ ഡിസ്പ്ലേ യൂണിറ്റ് ഉണ്ടാവും. അതിൽ നണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ മുഴുവൻ വാല്യൂ കാണാൻ പറ്റും. ആ ഒരു ഈസി ടേബിൾ ലോഡ് ചെയ്ത് കഴിഞ്ഞവർ മാത്രം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാം കേട്ടോ. ഓഫ്ലൈൻ ലോഡ് ചെയ്ത് കഴിഞ്ഞോ? ഓൺലൈൻ ബാക്കി 2 പേര് ചെയ്യുന്നുണ്ടോ? ആര്യ രുക്മിണി ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട് സാർ, ലോഡ് ആവണേ ഉള്ളൂ. ഓക്കെ. ഇനി നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന കാര്യത്തിൽ നമ്മളെ ഡാറ്റ മോഡൽ ഇല്ല കേട്ടോ. നിങ്ങൾ ഇന്നൊരു കുറച്ച് മണിക്കൂറുകൾത്തേക്ക് അതൊന്ന് മറന്നു കളയും. അതിൽ മാത്രമേ ഉള്ളൂ ഈസി ടേബിൾ വെച്ചിട്ട് മാത്രം കുറച്ച് കൺസെപ്റ്റ് പഠിക്കുന്നുണ്ട്. ചെറിയ ടേബിൾ ആയതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? കറക്റ്റ് എന്താണ് വർക്ക് ചെയ്യുന്നത് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വലിയ ഡാറ്റ മോഡലിലോട്ട് മൂവ് ചെയ്യാം. അപ്പൊ ഈസി ടേബിളിന്റെ അകത്ത് എത്ര കോളംസ് ഉള്ളത്? ഏതൊക്കെ കോളംസ് ഉള്ളത്? കൺട്രി, സെല്ലിംഗ് പ്രൈസ്, ക്വാണ്ടിറ്റി, റവന്യൂ, പ്രൊഡക്റ്റ്, പ്രോഫിറ്റ്, റീജിയൻ. ഓക്കെ. അപ്പൊ ഇതിൽ നിങ്ങൾ പ്രോഫിറ്റിന്റെ സം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഓവറോൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ. ആ ഒരു പ്രോഫിറ്റ് എന്തായിരിക്കും? എല്ലാ കൺട്രിയുടെയും എല്ലാ പ്രൊഡക്റ്റിന്റെയും ഓവറോൾ പ്രോഫിറ്റ് ആയിരിക്കും. പക്ഷെ ക്ലയന്റ് എന്നോട് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈൻഡ് ദ പ്രോഫിറ്റ് ഫോർ USA. USA എന്ന് പറഞ്ഞ കൺട്രിയുടെ മാത്രം
പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. മനസ്സിലായോ? നമ്മൾ നോർമലി ചെയ്യുന്നത് എന്തായിരിക്കും? ഡയറക്റ്റ് പോയിട്ട് എന്ത് ചെയ്യും? പ്രോഫിറ്റ് എന്ന് പറഞ്ഞ കോളത്തിന്റെ സം എടുക്കും. പക്ഷെ അതിൽ എന്തുണ്ടാവും? എല്ലാ കൺട്രിയും ഇൻക്ലൂഡ് ആയിരിക്കും. USA ഇൻക്ലൂഡ് ആയിരിക്കും, ഇറ്റലി, നോർവേ, സ്പെയിൻ, ഇന്ത്യ. പക്ഷെ ക്ലൈന്റ് എന്തിന്റെ മാത്രമേ ആവശ്യമുള്ളൂ? USA പ്രോഫിറ്റ് മാത്രമേ ആവശ്യമുള്ളൂ. ഇതുപോലെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ഇല്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അത് ആ വാല്യൂ എപ്പോഴും USA മാത്രമായിരിക്കണം. സ്ലൈസർ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് ഒരിക്കലും ഡയറക്റ്റ് പ്രോഫിറ്റിന്റെ സം എടുക്കാൻ പറ്റില്ല. ഫസ്റ്റ് എന്ത് ചെയ്യണം? USA മാത്രം സെപ്പറേറ്റ് ആക്കി എടുക്കണം. ഇവിടെ എന്താണ്? 5 കൺട്രി ഉണ്ട്. ഗ്രൂപ്പ് ബൈ ഒന്നല്ല, ഇവിടെ എന്താണ്? 5 കൺട്രി ഉണ്ട്. ഗ്രൂപ്പ് ബൈ വേറെ സിറ്റുവേഷനിലാണ് യൂസ് ചെയ്യുക. ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ ആ ഒരു തിങ്കിങ് നല്ലത് തന്നെ. ഓക്കെ, ഇപ്പൊ എന്ത് ചെയ്യണം? 5 കൺട്രിയിൽ നിന്ന് ആരെ മാത്രം പുറത്തെടുക്കണം? USA എന്ന് വരുന്ന ആൾക്കാരെ മാത്രം പുറത്ത് കൊണ്ടുവരണം. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? അതിന്റെ പ്രോഫിറ്റിന്റെ സം എടുത്താൽ മതി. അപ്പൊ ഫസ്റ്റ് എന്ത് ചെയ്യണം? ഇത് നമ്മുടെ ഫിൽട്ടർ കണ്ടീഷൻ ആയിരിക്കും USA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള റോസിനെ മാത്രം നമ്മൾ എന്ത് ചെയ്യണം? പുറത്തെടുക്കണം. അതെന്തായിരിക്കും പുറത്തെടുക്കുക പറഞ്ഞാൽ അവർ ടേബിൾ ആയിട്ടായിരിക്കും സ്റ്റോർ ചെയ്യാൻ പോകുന്നുണ്ടാവുക. റോസ് നമുക്ക് എവിടെ മാത്രം സ്റ്റോർ ചെയ്യാൻ പറ്റൂ? ഒരു ടേബിളിന്റെ അകത്ത് മാത്രമേ റോസിനെ സ്റ്റോർ ചെയ്യാൻ പറ്റൂ. അപ്പോൾ USA ഡീറ്റെയിൽസ് മാത്രം വരുന്ന ഒരു ടേബിൾ ഫസ്റ്റ് ഡെവലപ്പ് ചെയ്യണം. അതെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുക? അതിന് യൂസ് ചെയ്യുന്ന ഫംഗ്ഷന്റെ പേരാണ് ഫിൽട്ടർ എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഫിൽട്ടർ. അപ്പോൾ ഫിൽട്ടർ ഫംഗ്ഷന്റെ ഔട്ട്പുട്ട് എപ്പോഴും എന്തായിരിക്കും? ഒരു ടേബിൾ ആയിരിക്കും. എന്തിന്റെ ബേസിലെ ടേബിൾ? നമ്മൾ കൊടുക്കുന്ന ഫിൽട്ടർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ടേബിൾ ആയിരിക്കും അത് റിട്ടേൺ ചെയ്യുക. അപ്പോൾ ഫിൽട്ടർ ഫംഗ്ഷനകത്ത് എന്തൊക്കെ ആർഗ്യുമെന്റ്സ് കൊടുക്കേണ്ടി വരും? എന്തൊക്കെ ആർഗ്യുമെന്റ്സ് കൊടുക്കേണ്ടി വരും? ആർഗ്യുമെന്റ്സ് മീൻസ് എന്തൊക്കെ ഇൻപുട്ട് ആയിട്ട് പറയേണ്ടി വരും? ഫസ്റ്റ് എന്ത് കൊടുക്കേണ്ടി വരും? ഏത് ടേബിളിനെയാണ് ഫിൽട്ടർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഓക്കെ. സെക്കൻഡ് എന്ത് പറയേണ്ടി വരും? കോളം നെയിംസ് അല്ല, എന്താണ് ആ ഫിൽട്ടർ കണ്ടീഷൻ, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഫിൽട്ടർ എക്സ്പ്രഷൻ? ഇതാണ് സെക്കൻഡ് ആർഗ്യുമെന്റ്. ക്ലിയർ ആയോ? ഫസ്റ്റ് ആർഗ്യുമെന്റ് എപ്പോഴും എന്തായിരിക്കും? ഏത് ടേബിളിനെയാണ് ഫിൽട്ടർ ചെയ്യുന്നതെന്നും, സെക്കൻഡ് ആർഗ്യുമെന്റ് എന്തായിരിക്കും? എന്താണ് ആ ഒരു ഫിൽട്ടർ കണ്ടീഷൻ അല്ലെങ്കിൽ ഫിൽട്ടർ എക്സ്പ്രഷൻ? ഇപ്പൊ എന്ത് ചെയ്യും? നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഈ ഒരു ഫിൽട്ടർ എക്സ്പ്രഷൻ അല്ലെങ്കിൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന റോസിനെ മാത്രം ഫിൽട്ടർ ഫംഗ്ഷൻ നമുക്ക് എന്ത് ചെയ്യും? ഒരു പുതിയ ടേബിളിൽ റിട്ടേൺ ചെയ്ത് തരും. അപ്പോൾ ഫിൽട്ടർ ഫംഗ്ഷൻ എപ്പോഴും റിട്ടേൺ ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും? ഒരു പുതിയ ടേബിൾ ആയിരിക്കും അത് റിട്ടേൺ ചെയ്യാൻ പോകുന്നുണ്ടാവും. നമ്മൾ ഇതുവരെ ടേബിൾ ക്രിയേറ്റ് ചെയ്തോ? ഇല്ല. മെഷറും ക്രിയേറ്റ് ചെയ്തു, കോളവും ക്രിയേറ്റ് ചെയ്തു. ഇനി ഫിൽട്ടർ ഫംഗ്ഷന്റെ ഹെൽപ്പോടുകൂടി നമ്മൾ ആരെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്? ടേബിളിനെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ക്ലിയർ ആയ എല്ലാവർക്കും? ഓക്കെ. എങ്ങനെ ബിൽഡ് ചെയ്യാന്ന് കാണിച്ചു തരാം. ഏതെങ്കിലും ഒരു ടേബിൾ സെലക്ട് ചെയ്യുക. ഏറ്റവും ബെസ്റ്റ് ഈസി ടേബിൾ സെലക്ട് ചെയ്യാം. കാൽക്കുലേഷൻ ഗ്രൂപ്പിൽ ആരെ ചൂസ് ചെയ്യാം? ന്യൂ ടേബിൾ. നമ്മൾ ഒരു ടേബിൾ ആണ് ബിൽഡ് ചെയ്യാൻ പോകുന്നത്. ടേബിളിന്റെ പേര് ഡിഫൈൻ ചെയ്യുക. നമ്മൾ ടേബിൾ സെലക്ട് ചെയ്തതൊക്കെ അവിടെ കാണാൻ പറ്റും. ഒരു ഡമ്മി ടേബിൾ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ടോ? നമ്മൾ മെഷർ സെലക്ട് ചെയ്യുമ്പോൾ ഡമ്മി മെഷർ വരുന്നുണ്ട്. കോളം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു കോളം അവിടെ വരുന്നുണ്ട്. അതുപോലെ ടേബിൾ സെലക്ട് ചെയ്യുമ്പോൾ പുതിയ ടേബിൾ അവിടെ സ്റ്റോർ ആവുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ ടേബിളിന്റെ പേര് ഞാൻ ഫസ്റ്റ് ഡിഫൈൻ ചെയ്തു. USA ടേബിൾ എന്ന് പാസ് ഈക്വൽ ടു ഫംഗ്ഷന്റെ പേരെന്താ? ഫിൽട്ടർ. ഫിൽട്ടറിനെ കോൾ ചെയ്യും. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ചോദിക്കുന്നത് എന്താണ്? ഏതാണ് ടേബിൾ ഫിൽട്ടർ ചെയ്യേണ്ടത്? ഏതാണ്? ഈസി ടേബിൾ, കോമ. സെക്കൻഡ് ചോദിക്കുന്നത് എന്താണ് ഫിൽട്ടർ കണ്ടീഷൻ? നമുക്ക് എന്താ ഫിൽട്ടർ ചെയ്യേണ്ടത്? USA ഫിൽട്ടർ ചെയ്യണം. അപ്പൊ USA എന്ന് പറഞ്ഞ വാല്യൂ എവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? കൺട്രി. അപ്പൊ ആ കോളത്തിന് ഫസ്റ്റ് കോൾ ചെയ്യും. എപ്പോഴും കോളത്തിനായിരിക്കും ഇവിടെ കോൾ ചെയ്യുക. അത് നമുക്ക് ഫിൽട്ടർ ചെയ്യേണ്ട വാല്യൂ ഏത് കോളത്തിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? കൺട്രി. അവിടുന്ന് മാത്രം എന്ത് ചെയ്യാൻ പറ്റൂ? USA ആണോ അല്ലയോ? എന്ത് യൂസ് ചെയ്യേണ്ടി വരും? ഈക്വൽ ടു USA ടൈപ്പ് ചെയ്യുമ്പോൾ എന്താണ്? ടെക്സ്റ്റ് ആണ്. ഡബിൾ കോഡ്സിൽ ഡാറ്റയിൽ എങ്ങനെയാണ് USA വന്നിരിക്കുന്നത് അതേ രൂപത്തിൽ പാസ് ചെയ്യാം. പക്ഷെ എന്ത് ചെയ്യുക? ഫംഗ്ഷൻ ക്ലോസ് ചെയ്യാം. എന്ത് ചെയ്യും? ആ ഒരു ടേബിളിലെ ഈ ഒരു കോളത്തിൽ ഓരോ റോ വൈസും പോയിട്ട് എന്ത് ചെയ്യും? ചെക്ക് ചെയ്യും. USA ആണോ അല്ലയോ? ആണോ അല്ലയോ? ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ മാത്രം എന്ത് ചെയ്യും? ഈ പുതിയ ടേബിളിൽ റോസ് ഇങ്ങനെ റിട്ടേൺ ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ കമന്റ് കൊടുക്കുമ്പോൾ ക്രിയേറ്റ് ചെയ്യണ്ടാവും.
എന്ത് ചെയ്താൽ മതി? ഈ ടേബിളിലെ പ്രോഫിറ്റിന്റെ സം എടുത്തു കഴിഞ്ഞാൽ USA മാത്രം പ്രോഫിറ്റ് ആയിട്ട് കിട്ടിയുണ്ടോ? ഇപ്പൊ 2 സ്റ്റെപ്പ് ചെയ്യേണ്ടി വരും. ഫസ്റ്റ് ഫിൽട്ടറും പിന്നെ ആയിരിക്കും എന്ത് ചെയ്യുക, അഗ്രിഗേഷൻ പെർഫോം ചെയ്യേണ്ടി വരും. ക്ലിയർ ആയി എല്ലാവർക്കും? അപ്പൊ ഫിൽട്ടർ ഫംഗ്ഷൻ എപ്പോൾ റിട്ടേൺ ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും? ഒരു ടേബിൾ ആയിരിക്കും. നമ്മുടെ ഫിൽട്ടർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന റോസ് വെച്ചിട്ടുള്ള ഒരു ടേബിൾ ആയിരിക്കും ഫിൽട്ടർ ഫംഗ്ഷൻ എപ്പോഴും റിട്ടേൺ ചെയ്യുക. ക്ലിയർ ആണ് എല്ലാവർക്കും? എല്ലാവരും ഇംപ്ലിമെന്റ് ചെയ്തോ? ഓക്കെ. ഇനി നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? വീണ്ടും ഈ ടേബിളിലെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞ കോളത്തിന്റെ സമ്മ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. അപ്പൊ എന്ത് കിട്ടും? USA മാത്രം പ്രോഫിറ്റ് കിട്ടും. അപ്പൊ 2 സ്റ്റെപ്പായി. ഫസ്റ്റ് ഫിൽറ്ററും ചെയ്തു, അതിനുശേഷം ഫിൽറ്റർ ചെയ്ത് കിട്ടുന്ന ടേബിളിലെ ആ കോളത്തിന്റെ സമ്മും നമ്മളിവിടെ ചെയ്തു. ഓക്കെയാണ് എല്ലാവർക്കും ചെയ്യാൻ പോകുന്ന കാര്യം. തൽക്കാലം സമ്മ് ചെയ്യുന്നില്ല, നമുക്കറിയാലോ എങ്ങനെ സമ്മ് ചെയ്യാന്നുള്ളത്. ഓക്കെ. ഓൺലൈൻ എല്ലാവർക്കും ക്ലിയർ ആണോ? Yes, sir. ഓക്കെ. അപ്പോ ഇവിടെ ആക്ച്വലി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്തായിരുന്നു? USA മാത്രം പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. ഓക്കെ. അത് നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് ഒരു ടേബിൾ ഉണ്ടാക്കി, എന്നിട്ട് ആ ടേബിളിലെ പ്രോഫിറ്റ് കോളത്തിന്റെ സം എടുത്തു. ഇനി ഇതുപോലെ വീണ്ടും ക്ലയന്റ് അടുത്ത റിക്വയർമെന്റ് പറയാണ്, എന്തായിരിക്കും? ഫൈൻഡ് പ്രോഫിറ്റ് ഫോർ ഐഫോൺ. എന്തായിരിക്കും അവിടെ നിങ്ങൾ വീണ്ടും ചെയ്യുക? ഐഫോണിന്റെ മാത്രം ഒരു ടേബിൾ വീണ്ടും ക്രിയേറ്റ് ചെയ്യും, എന്നിട്ട് അതിലെ പ്രോഫിറ്റിന്റെ സം എടുക്കും. ഇങ്ങനെ ഓരോ റിക്വയർമെന്റ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓരോ ഫിസിക്കൽ ടേബിൾ അവിടെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. അത് ഓൾറെഡി ഇല്ലൊരു ഡാറ്റയുടെ ഓരോ സബ് ടേബിൾസ് നമ്മൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യണല്ലേ. ഒരു മില്യൺസ് ഓഫ് റോസിൽ ഒരു ടേബിൾ ആണെങ്കിൽ എന്താവും? അതിന്റെ ഒരു സബ് ടേബിളിൽ മിനിമം എന്തുണ്ടാവും? തൗസൻഡ്സ് ഓഫ് റോസ് ഉണ്ടാവും. അങ്ങനെ ഒരു 5 ടേബിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തായി? പവർ ബേസ് ലോ. മനസ്സിലായോ? ഇതുപോലെ ഫിസിക്കൽ ടേബിൾ ഉണ്ടാക്കി ചെയ്യാൻ പോകുന്ന പ്രോസസ്സ് കറക്റ്റ് ആയിരിക്കുമോ? അല്ല. എന്ത് ചെയ്യാൻ പറ്റണം? അങ്ങനെ ഒരു ടേബിള് എന്താണ് ഫിസിക്കലി ഡെവലപ്പ് ചെയ്യാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റണം? നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റണം. അങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ? അത് ഈസി ടേബിൾ അതുപോലെ വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റണം? നമുക്ക് വേണ്ട അഗ്രിഗേഷൻ നമുക്ക് അവിടെ പെർഫോം ചെയ്യാൻ പറ്റണം. എന്താണെന്ന് ക്ലിയർ ആയോ എല്ലാവർക്കും? ഓൺലൈൻ എന്താ ഞാൻ പറഞ്ഞിരിക്കുന്നത് ക്ലിയർ ആയോ? Yes, sir. ഓക്കെ. നമുക്ക് എന്ത് ചെയ്യാൻ യൂസ് ചെയ്യാം? സം ഒരിക്കലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഞാൻ എന്ത് ചെയ്തു? ഈ മെഷർ തൽക്കാലം ഈസി ടേബിളിൽ തന്നെ സ്റ്റോർ ചെയ്യാൻ പോവാണ്. ഈസി ടേബിൾ എടുത്തു. മെഷറിന്റെ പേര് ഞാൻ ജസ്റ്റ് USA പ്രോഫിറ്റ് തന്നെ കൊടുക്കും. ഈക്വൽ ടു നമ്മൾ നോർമൽ ഏത് ഫംഗ്ഷൻ യൂസ് ചെയ്യാം? സം. കോളം ഡയറക്റ്റ്ലി ഉള്ളത് കൊണ്ട് യൂസ് ചെയ്യും. എവിടുത്തേതാണ്? ഈസി ടേബിളില് പ്രോഫിറ്റ്. അത് കൊടുത്തു, എൻ്റർ ചെയ്തു. മറ്റേ ടേബിൾ ഇപ്പോൾ ഫോക്കസ് ചെയ്യേണ്ട, ജസ്റ്റ് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോളൂ. അപ്പൊ ഇവിടെ കിട്ടുന്ന പ്രോഫിറ്റ് എന്തായിരിക്കും? എല്ലാ കൺട്രിയുടെയും ടോട്ടൽ ആയിരിക്കും.
നമുക്ക് ഓരോ റോസിലോട്ടും കയറി ചെക്ക് ചെയ്യാനുള്ള പെർമിഷൻ അവിടെ ഉണ്ടോ? സമ്മിന് ആ പെർമിഷൻ തരുന്നുണ്ടോ? ഇല്ല. സം എന്ത് ചെയ്തു? ആ കോളത്തിലെ എല്ലാ വാല്യൂവിനെയും ഒരുമിച്ച് കയറി അങ്ങ് സം ചെയ്ത് തന്നു. പക്ഷെ എനിക്ക് എന്ത് ചെയ്യണം? ഓരോ റോഡകത്ത് കയറി നോക്കണം, ഇത് USA ആണോ അല്ലയോ എന്ന് കയറി നോക്കിയിട്ട് ഐട്രേഷൻ ചെയ്യാൻ പറ്റണം. അതാരെ കൊണ്ടേ പറ്റൂ? അതിനാണ് ആര് വരുന്നത്? എക്സ് ഫംഗ്ഷൻ വരുന്നത്. അത് ഓരോ റോഡകത്ത് ഐട്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് നമുക്ക് വേണ്ട റോ ആണോ അല്ലയോ നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ കണ്ടോ, എപ്പോഴായിരിക്കും സം എക്സിലോട്ട് പോകുന്ന ഐഡിയ കിട്ടിയോ? ഒരിക്കലും നമുക്ക് ഇവിടെ ഡയറക്റ്റ്ലി ആര് യൂസ് ചെയ്യാൻ പറ്റില്ല, സമ്മിനെ യൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് എന്താണ്, ഒന്ന് മോഡിഫൈ ചെയ്യാണ്, ഇതിന് പകരം ആര് യൂസ് ചെയ്യാം? സം എക്സ്. സം എക്സിന്റെ അകത്ത് ഫസ്റ്റ് പാസിന്റെ ആർഗ്യുമെന്റ് എന്താ? ടേബിളിന്റെ പേര്. ഏതാണ് ടേബിൾ? ഈസി ടേബിൾ കോമ എന്തായിരിക്കും നമ്മുടെ എക്സ്പ്രഷൻ? നമുക്ക് കോളം ഡയറക്റ്റ്ലി അവൈലബിൾ ആണല്ലേ, അപ്പൊ ആരെ തന്നെ കോൾ ചെയ്യാം? ഡയറക്റ്റ് ആ പ്രോഫിറ്റിനെ കോൾ ചെയ്യും. ഫംഗ്ഷൻ ക്ലോസ് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. ഈ വാല്യൂവിന് ഒരു ചേഞ്ചും ഉണ്ടാവില്ല. എന്തുകൊണ്ടാവും? ഇതെന്താ ചെയ്യുന്നത്? ഈസി ടേബിൾ എന്ത് ചെയ്യുന്നു? ആ എല്ലാ റോഡകത്ത് കയറാനുള്ള പെർമിഷനും അവിടെ പാസ് ചെയ്യുന്നു. ആ എല്ലാ റോഡകത്തുള്ള പ്രോഫിറ്റിലെ വാല്യൂസ് എടുത്തിട്ട് എന്ത് ചെയ്യുന്നു? സമ്മ് ചെയ്യുന്നു. ഓക്കെ അല്ല എല്ലാവർക്കും? പക്ഷെ നമുക്ക് ഇവിടെ എല്ലാ റോസിന്റെ ആവശ്യമുണ്ടോ? ആരുടെ മാത്രമേ ആവശ്യമുള്ളൂ? കൺട്രി USA ആകുന്ന റോസിനെ മാത്രം എടുത്തിട്ട് എന്ത് ചെയ്യണം? അതിലെ പ്രോഫിറ്റിനെ മാത്രം സമ്മ് ചെയ്യണം. അപ്പൊ ഇതിൽ ഏത് പോർഷൻ നമ്മൾ മോഡിഫൈ ചെയ്യേണ്ടി വരും? ഈസി ടേബിളിനെയാണോ ആ പ്രോഫിറ്റ് കോളത്തിന്റെ പോർഷനെയാണോ? ഇവിടെയാണോ മോഡിഫൈ ചെയ്യേണ്ടി വരിക? ഇതൊരു കോളത്തിന്റെ പേരാണ്. ഈസി ഈ ടേബിൾ. ടേബിൾ ആണ് എന്ത് ചെയ്യുന്നത്? എല്ലാ റോസും നമുക്ക് റിട്ടേൺ ചെയ്ത് തരുന്നത്. പക്ഷെ നമുക്ക് ഏത് റോസിനെ ടേബിളിനെ മാത്രം മതി? മാറ്റി USA ടേബിൾ ആക്കി കൊടുക്കാം. കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന റോസിനെ മാത്രം മതി. അപ്പൊ എന്ത് ചെയ്യണം? റോസിനെ കൺട്രോൾ ചെയ്യാൻ ആരെ മാത്രം ചെയ്യാൻ പറ്റുമോ? ടേബിളിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഒരു മുഴുവൻ ടേബിൾ കൊടുക്കുന്നതിന് പകരം അവിടെ ഏത് ടേബിളിനെ പാസ് ചെയ്യാം? ഫിൽട്ടർ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന ആ ഒരു ടേബിളിനെ പാസ് ചെയ്യാം. ക്ലിയർ ആയോ? ഫിൽട്ടർ ഫംഗ്ഷൻ ഔട്ട്പുട്ട് എന്താണ്? ഒരു ടേബിൾ തന്നെയാണ്. അതൊരു ഫിസിക്കൽ ടേബിൾ ഡയറക്ട്ലി കൊടുക്കുന്നതിന് പകരം എന്ത് ചെയ്യാം? ഫിൽട്ടർ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന ഒരു ടേബിൾ നമുക്ക് അവിടെ പാസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആരെ കോൾ ചെയ്യാം? ഫിൽട്ടർ ഓഫ് ഏത് ടേബിളിനെ ഫിൽട്ടർ ചെയ്യേണ്ടത്? ഈസി ടേബിൾ. ഈസി ടേബിൾ കോമ എന്താണ് കണ്ടീഷൻ? കൺട്രി ഈക്വൽ ടു USA. അപ്പൊ അവിടെ ഫിൽട്ടർ ഫംഗ്ഷൻ ഫസ്റ്റ് എന്ത് ചെയ്യും? ആ ഈസി ടേബിളിനെ ഫിൽട്ടർ ചെയ്ത് USA എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന റോസ് മാത്രം അവിടെ സെറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് എന്ത് പറയും? അവിടെ ഇല്ല പ്രോഫിറ്റിന്റെ കോളത്തിലെ വാല്യൂസിനെ മാത്രം എടുത്തിട്ട് സമ്മ് ചെയ്താൽ മതി എന്ന് പറയും. കണ്ടോ, നമുക്കവിടെ റോസിനെ വരെ എന്ത് ചെയ്യാൻ പറ്റും? പ്രോപ്പർലി കൺട്രോൾ ചെയ്ത് ഐട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റും. കണ്ടോ, ഫിൽട്ടർ വെച്ചിട്ട് എന്ത് ചെയ്തു? നമുക്ക് വേണ്ട റോസിനെ മാത്രം ഇവിടെ കൺട്രോൾ ചെയ്ത് വെച്ചു. എന്നിട്ട് അതിൻ്റെ അകത്തുള്ള വാല്യൂസിനെ കളക്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? അതിന്റെ സമ്മ് ചെയ്തുകൊണ്ടോ. ക്ലിയർ ആണ് എല്ലാവർക്കും? ഇവിടെ കമ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാല്യൂ ചേഞ്ച് ചെയ്യണ്ട 2400. ഒരു എക്സ്ട്രാ ഫിസിക്കൽ ടേബിൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായോ? ഇല്ല. പക്ഷെ നമുക്ക് എന്തായി? കറക്റ്റ് ഔട്ട്പുട്ട് അവിടെ ക്രിയേറ്റ് ആയി. കണ്ടോ, ഒരു സിംഗിൾ മെഷറിനകത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ മുമ്പ് ഇതുപോലെ ഫിസിക്കൽ കോളം ക്രിയേറ്റ് ആയിട്ടും ചെയ്തു, അതില്ലാതെയും എങ്ങനെ ചെയ്യാമെന്ന് പഠിച്ചു. അതുപോലെ തന്നെ ടേബിളും ക്രിയേറ്റ് ചെയ്ത് നോക്കി, പിന്നെ അങ്ങനെ ഇല്ലാതെ സിറ്റുവേഷൻ ചെയ്ത് ട്രൈ ചെയ്തു. ക്ലിയർ ആണ് എല്ലാവർക്കും? ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കി എല്ലാവരും. ഓൺലൈൻ എല്ലാവരും ക്ലിയർ ആണോ? Yes, sir. Yes, sir. ഡയറക്റ്റ് എഴുതി ഉണ്ടാക്കരുത്.
ഫസ്റ്റ് സം എക്സ് നോർമൽ രീതിയിൽ എഴുതുക, എന്നിട്ട് അതെങ്ങനെ വർക്ക് ചെയ്യുന്നു മനസ്സിലായിട്ട് പിന്നെ മോഡിഫൈ ചെയ്യുന്ന രീതിയിൽ തന്നെ എഴുതി വരും കേട്ടോ. നിങ്ങൾക്ക് കറക്റ്റ് നല്ല രീതിയിൽ മനസ്സിലാവും. ഇവിടെ ഡബിൾ ഇൻവേർട്ട് കോമ സിംഗിൾ ഇല്ല. എല്ലാവരും ക്ലിയർ ആണോ? നമുക്ക് ഒരു പ്രോബ്ലം കൂടെ ചെയ്ത് നോക്കാം. ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന ഈ പ്രോബ്ലം തന്നെ. ഫൈൻഡ് ദ പ്രോഫിറ്റ് ഫോർ ഐഫോൺ. ഓക്കെ, അപ്പോൾ യൂസർക്ക് കാണേണ്ടത് എന്തായിരിക്കും? പ്രോഫിറ്റ്. പക്ഷെ അത് ആരുടെ പ്രോഫിറ്റ് ആയിരിക്കണം? ഐഫോണിന്റെ പ്രോഫിറ്റ് ആയിരിക്കണം. അപ്പൊ ഇതുപോലെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് പോയിട്ട് എന്ത് ചെയ്യരുത്? ഫൈനൽ എക്സ്പ്രഷൻ എഴുതി ഉണ്ടാക്കാൻ നോക്കരുത്. ഇതിനകത്ത് എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്? പ്രോഫിറ്റ്. നിങ്ങൾക്ക് എന്തായാലും പ്രോഫിറ്റ് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഫസ്റ്റ് എന്ത് ചെയ്യുക? അത് കണ്ടുപിടിച്ച് നോക്കുക. എന്നിട്ട് അതെങ്ങനെ വർക്ക് ചെയ്യുന്ന നോക്കിയിട്ട് എന്ത് ചെയ്താൽ മതി? അതിന് ഐഫോണിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങളുടെ ഫോളോ ചെയ്യുന്ന സ്റ്റെപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ടേബിൾ സെലക്ട് ചെയ്തു, ന്യൂ മെഷർ. മെഷറിന്റെ പേര് എന്ത് ചെയ്യാം? ഐഫോൺ പ്രോഫിറ്റ് തന്നെ കൊടുക്കാം. അപ്പൊ ആദ്യമേ ഡിഫൈൻ ചെയ്യാം, അതിന് ഇഷ്യൂ ഒന്നുമില്ല. ഈക്വൽ ടു, ഇവിടെ പ്രോഫിറ്റ് എന്നൊരു കോളം ഡയറക്ട്ലി അവൈലബിൾ ആണ്. നമുക്ക് ആര് യൂസ് ചെയ്യാം? സമ്മിനെ യൂസ് ചെയ്യാം. പക്ഷെ സമ്മിനെ യൂസ് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? അത് ആ കോളത്തിൽ എല്ലാവരെയും കൺസിഡർ ചെയ്യും. എനിക്ക് ഓരോ റോ വൈസ് എന്ത് ചെയ്യാൻ പറ്റില്ല? ചെക്ക് ചെയ്യാൻ ഒന്നും പറ്റില്ല. അതുകൊണ്ട് അവിടെ സം യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രം ഞാൻ എങ്ങോട്ട് എത്തി? സം എക്സിലോട്ട് എത്തി. ക്ലിയർ ആണല്ലോ അവർക്ക്? അപ്പോൾ സം എക്സിൽ ഫസ്റ്റ് ചോദിക്കുന്നത് ഏതാണ് നിങ്ങളുടെ ആ ടേബിൾ, നിങ്ങൾക്ക് ഐട്രേറ്റ് ചെയ്യുന്ന ടേബിൾ ഏതാണെന്ന് ചോദിക്കുന്നത്. ഏതാണ് ടേബിൾ? ഈസി ടേബിൾ. ഓക്കെ, കോമ. എന്താണ് നിങ്ങളുടെ ആ ഒരു എക്സ്പ്രഷൻ? എവിടുന്നാണ് നമ്മൾ വാല്യൂസിനെ കളക്ട് ചെയ്യുന്നത്? എവിടുന്നാ? പ്രോഫിറ്റ് എന്ന് പറഞ്ഞ കോളം. ഓക്കെ, ഇതെങ്ങനെയാ ആക്ച്വലി വർക്ക് ചെയ്യുന്നത്? ഡയറക്റ്റ് പോയിട്ട് സമ്മല്ല ചെയ്യുന്നത്. ഈസി ടേബിൾ എന്ന് പറഞ്ഞ ഈ ഒരു ടേബിളിൽ എത്ര റോസ് ഉണ്ട് അത് റിട്ടേൺ ചെയ്യുന്നു. അത്രയും റോസിലെ ഈ പ്രോഫിറ്റ് കോളത്തിലെ വാല്യൂസിനെ എടുത്തിട്ടാണ് സമ്മ് ചെയ്യുന്നത്. മറ്റേതുപോലെ ഒരൊറ്റയടിക്ക് പോയിട്ട് സമ്മിങ് അല്ല. ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈസി ടേബിളിന്റെ അകത്ത് 18 റോസ് ഉണ്ട്. അപ്പൊ ആ 18 റോസിന്റെ അകത്തും കയറാനുള്ള പെർമിഷൻ നമുക്ക് ആര് തന്നു? ഈ ടേബിൾ തന്നു, എക്സ്പെൻഷൻ തന്നു, ഹൈട്രേറ്റ് ചെയ്യാനല്ലേ. അപ്പൊ ആ 18 റോയിലും പോയിട്ട് എന്ത് ചെയ്യും? ഈ കോളത്തിന് വാല്യൂസിനെ എടുക്കും. എന്നിട്ട് ആര് ചെയ്യും? സം അവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ? പക്ഷെ നമുക്ക് അവിടെ 18 റോസിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് ആരെ മാത്രം മതി? പ്രൊഡക്റ്റ് ഐഫോൺ ആകുന്ന റോസിനെ മാത്രം മതി. അപ്പോൾ ഇതിൽ ഏത് പോർഷനെ മോഡിഫൈ ചെയ്യേണ്ടി വരും? ടേബിൾ വരുന്ന ഈ പോർഷനെ മോഡിഫൈ ചെയ്യുന്നത്. 18 റോസും വേണ്ട, പ്രൊഡക്റ്റ് ഐഫോൺ ആവുന്ന റോസിനെ മാത്രം മതി. അങ്ങനെ പ്രൊഡക്റ്റ് ഐഫോൺ ആവുന്ന റോസിനെ മാത്രം എടുത്ത് നമ്മൾ ഏത് ഫംഗ്ഷൻ യൂസ് ചെയ്യണം? ഫിൽട്ടർ. അപ്പൊ ഒരു മുഴുവൻ ടേബിൾ കൊടുക്കുന്നതിന് പകരം എനിക്ക് ആവശ്യമുള്ള റോസിനെ മാത്രം തരുന്ന ടേബിൾ നമുക്ക് ആര് യൂസ് ചെയ്യാം? ഫിൽട്ടർ ഓഫ്. എന്താ കൊടുക്കേണ്ടത്? ഈസി ടേബിൾ കോമ. എന്താണ് ഫിൽട്ടർ കണ്ടീഷൻ? എന്താണ്? ഐഫോണിനെ മാത്രം ഫിൽട്ടർ ചെയ്യണം. ഐഫോൺ എവിടെയുള്ളത്? പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ കോളത്തിൽ. അപ്പൊ എന്ത് ചെയ്യാം? ആ കോളം തന്നെ കോൾ ചെയ്യും. പ്രൊഡക്റ്റ് എന്താണോ ചെക്ക് ചെയ്യുക, അത് അതിലുള്ള വാല്യൂ ഐഫോൺ ആണോ ചെക്ക് ചെയ്യുക. ഐഫോൺ. അതിനുശേഷം ഫിൽട്ടർ ഫംഗ്ഷൻ അവിടെ ക്ലോസ് ചെയ്യുക. അപ്പൊ എന്താവും? ആ ഒരു എൻ്റെ ഒരു ടേബിൾ വരുന്നതിന് പകരം ഈ ഒരു ഫിൽട്ടർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന റോസ് മാത്രം ഇവിടെ ഉണ്ടാവും. ഇത്രയും റോസിലെ മാത്രം പ്രോഫിറ്റ് കോളത്തിലെ വാല്യൂസിനെ എടുക്കും, അതിനെ മാത്രം എന്ത് ചെയ്യും? സമ്മ് ചെയ്ത് തരും. അങ്ങനെയാണ് ഇത് ആക്ച്വലി വർക്ക് ചെയ്യുന്നത്. അത് ഈ ഒരു മെത്തേഡ് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എററോ കാര്യങ്ങളൊന്നും വരാതെ കൺസെപ്റ്റ് മനസ്സിലാക്കി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും.
ഓക്കെ ആണ് എല്ലാവർക്കും? ഒന്ന് Yes, ട്രൈ sir. ചെയ്ത് നോക്കിയല്ലോ. ഓൺലൈൻ ഇംപ്ലിമെന്റ് ചെയ്ത് കൺസെപ്റ്റ് മനസ്സിലാവർ മാത്രം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത്. ഇംപ്ലിമെന്റ് ചെയ്ത് കൺസെപ്റ്റ് മനസ്സിലാവർ മാത്രം. ഓഫ്ലൈനിൽ അവർ ഇംപ്ലിമെന്റ് ചെയ്തോ? ക്ലിയർ ആണ് എല്ലാവർക്കും? നമ്മൾ ആരൊക്കെ തമ്മിൽ കമ്പൈൻ ചെയ്തു? അഗ്രിഗേഷനും റിലേഷൻഷിപ്പ് ഫംഗ്ഷനും കമ്പൈൻ ചെയ്തു. അതുപോലെ അഗ്രിഗേഷനും ഫിൽട്ടർ ഫംഗ്ഷനും കമ്പൈൻ ചെയ്തു. ഈ കൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ആയിരുന്നോ? മനസ്സിലായി എന്തുകൊണ്ടാണ് ഈ ഡാക്സ് കൊണ്ട് തന്നെ ലാംഗ്വേജ് വെച്ചിട്ട് തന്നെ അനാലിസിസ് ചെയ്യാനുള്ള പർപ്പസ്? ടേബിളിന്റെ സൈസ് ഒന്നും ഒന്നുപോലെ ഇൻക്രീസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വേണ്ട എല്ലാ അനാലിസിസ് നമുക്ക് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ? ചെയ്തു സർ. അപ്പൊ ഇതൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കാട്ടോ. ഇപ്പൊ ഞാൻ പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, നാളെ ആകുമ്പോഴത്തേക്കെല്ലാം പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഓരോന്ന് എഴുതുമ്പോൾ അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ത് ചെയ്യുക, ഓരോ സ്റ്റെപ്പ് മനസ്സിലാക്കിയിട്ട് മാത്രം ചെയ്യുക. ഒരിക്കലും നേരെ ഫൈനൽ എക്സ്പ്രഷൻ എഴുതി ഉണ്ടാക്കരുത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മാത്രം എഴുതി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും അതിന്റെ കൺസെപ്റ്റ് നല്ല രീതിയിൽ മനസ്സിലാവും. അത് ഡാക്സിലല്ല, ഏത് ലാംഗ്വേജ് പഠിക്കുമ്പോഴായാലും ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറഞ്ഞാൽ അതാണ്. അതാകുമ്പം എറർ വന്നതിന്റെ റീസൺ പോലും നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ചാറ്റ് ജിപിയുടെയോ ആരുടെയും ഹെൽപ്പ് ആവശ്യം ഉണ്ടാവില്ല. അതിന് മൊത്തം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടുന്ന് അവോയ്ഡ് ചെയ്ത് കളയാൻ പറ്റും. നമ്മളെല്ലാവരും ചെയ്യുന്ന പ്രോസസ് അതല്ലേ? ഒരു റിക്വയർമെന്റ് കിട്ടി എന്ത് ചെയ്യും, നേരെ ഫൈനൽ എക്സ്പ്രഷൻ ആയിരിക്കും നമ്മുടെ ഫോക്കസ് ഉണ്ടാവുക. അങ്ങനെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ എറർ വരാനുള്ള ചാൻസ് ഒരു 90% അവിടെ എറർ വരാനുള്ള ചാൻസ് ആയിരിക്കും. എറർ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിലോട്ട് ഫോക്കസ്ഡ് ആവും? എററിലോട്ട് ഫോക്കസ് ആവും. നമ്മുടെ എന്താ ഈ വഴി അവിടുന്ന് മാറി നമ്മൾ എററിന്റെ വഴിയിലോട്ട് മൂവ് ചെയ്യും. അത് ഒഴിവാക്കാൻ എന്ത് ചെയ്യാം, ആ ഒരു റിക്വയർമെന്റിൽ ഏതോ ഒരു പോർഷൻ നമുക്ക് ഈസി ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് എന്താണ് ഔട്ട്പുട്ട് കിട്ടുന്നതെന്ന് റെഫർ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൽ ഇനി എന്തൊക്കെ മോഡിഫിക്കേഷൻ വരാൻ പറ്റുന്നില്ല എന്ത് ചെയ്യുക, മാക്സിമം ഒന്ന് ട്രൈ ചെയ്തു. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ഫംഗ്ഷനും എന്തിന് അവർ ഡെവലപ്പ് ചെയ്തുള്ളതിന് പോലും നിങ്ങൾക്ക് ആൻസർ അവിടെ കിട്ടാൻ തുടങ്ങും. ഇപ്പൊ കണ്ടല്ലോ, എന്തുകൊണ്ട് സം എക്സ് എന്നുള്ള ആൻസർ കിട്ടിയില്ലേ? സം വെച്ചിട്ട് മാത്രം ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല. സമ്മിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല,
ഓരോ റോയിലും കൺട്രോൾ ചെയ്ത് മൂവ് ചെയ്യാൻ പറ്റില്ല. അത് ആരെ കൊണ്ട് മാത്രമേ പറ്റൂ? സം എക്സിനെ കൊണ്ട്, എക്സ് ഫംഗ്ഷന് മാത്രമേ ആ ഒരു പ്രോസസ് അവിടെ ചെയ്യാൻ പറ്റൂ. അതിന് സമ്മിന്റെ കൂടെ സം എക്സ് ഉണ്ട്, ആവറേജിന്റെ കൂടെ ആവറേജ് എക്സ് ഉണ്ട്, മിന്നിന്റെ കൂടെ ആരുണ്ട്? മിൻ എക്സ് ഉണ്ട്, മാക്സിന്റെ കൂടെ മാക്സ് എക്സ് ഉണ്ട്. നിങ്ങൾ പഠിക്കാൻ പോകുന്ന കൗണ്ടിന്റെ കൂടെയും കൗണ്ട് എക്സ് ഉണ്ട്. അതെന്താണ്? ഒരു അഗ്രിഗേഷൻ ഫംഗ്ഷൻ അല്ലേ. അപ്പൊ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? കൺട്രോൾ ചെയ്യാൻ പറ്റണം. അപ്പൊ അതിന് കൗണ്ട് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ അവൈലബിൾ ആണ്. അതാണ് അഗ്രിഗേഷന്റെ കൂടി ഒരു എക്സ് ഫംഗ്ഷന്റെ കോൺസെപ്റ്റ് ഡാക്സിൽ വരാനുള്ള റീസൺ. ഓക്കെ ആണ് എല്ലാവർക്കും? ഓൺലൈൻ എല്ലാവരും ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? Yes, sir. ബാക്കി വരുന്ന കുറച്ച് കൺസെപ്റ്റ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇന്ന് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും? ഉള്ളത് മനസ്സിലാവോ? ഇല്ല. എന്ത് ചെയ്യാം? ബാക്കി വരുന്ന കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നാളെ വരുമ്പോഴേക്കും എല്ലാവരും എന്ത് ചെയ്യാം? ഈ പ്രോബ്ലംസ് ഒക്കെ ഒന്നുകൂടെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് മനസ്സിലായാലും പറഞ്ഞോളൂ, നമ്മൾ വേറെ രീതിയിൽ എന്ത് ചെയ്യാം? എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ. ഓൺലൈൻ അറ്റൻഡൻസ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ലീവ് ചെയ്യുന്നവർ ലീവ് ചെയ്തോളൂ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ചോദിച്ചോളൂ. ശരി. Thank you, sir. Thank you, sir. Thank you, sir.